നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച ഹാപ്പി മണിയെ കുറിച്ച് നമ്മൾ കേട്ടു. എന്തൊക്കെയാണ് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? എന്താണ് ഹാപ്പി മണി? എല്ലാവരും മറന്നു പോണ. കൊറേ കഥകൾ ഒരു കഥ പറഞ്ഞു തന്നു. പിന്നെ അത് അതിന്റെ മാത്രം ഓർമ്മയുണ്ടോ? അല്ല, പൈസ ഉപയോഗിക്കുന്നതിന്റെ രീതികള് കൊറേ കാര്യങ്ങൾ സാർ പറഞ്ഞു തന്നു. ഓക്കെ ഓക്കെ ഓക്കെ. ഞാനൊന്ന് ഷെയർ ചെയ്തോട്ടെ. നമ്മൾ കഴിഞ്ഞ ആഴ്ച എന്താ കണ്ടേന്നുള്ളത്. സെക്കൻഡ്. അപ്പൊ നമ്മൾ ഹാപ്പി മണി, നമ്മുടെ മണിയായിട്ടുള്ള റിലേഷൻഷിപ്പ് എന്താണെന്നുള്ളത് നമ്മൾ മാറ്റാൻ വേണ്ടി തീരുമാനിച്ചു. എന്താണ് ഹാപ്പി മണി എന്ന് കണ്ടു. നമുക്ക് കൊടുക്കുമ്പോഴും നൽകുമ്പോഴും ഒക്കെ നമുക്കൊരു സന്തോഷം വേണമെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് ഹാപ്പി മണിയും അൺഹാപ്പി മണി എന്താണെന്ന് നമ്മൾ കണ്ടു. എന്താണ് നമ്മൾ ഫിയർ, റിസെറ്റ്മെന്റ് ഒക്കെ കൂടിയിട്ട് ചെയ്ത് എന്താണ് നമ്മൾ കണ്ടു. ഇനി നമുക്ക് എങ്ങനെ നമ്മുടെ പണത്തെ ഹാപ്പി മണി ആക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ആദ്യം കാണും. ഞാൻ പറഞ്ഞു പണം നല്ലതാണോ ചീത്തയാണോ? എല്ലാവരും പറഞ്ഞു നല്ലതാണെന്ന് പറഞ്ഞു. ചീത്തയാണെന്ന് ഇവിടെയുള്ള ആൾക്കാർക്കും അഭിപ്രായമില്ല. പക്ഷെ ഭൂരിഭാഗം ആൾക്കാർക്കും കുറെയൊക്കെ ഇങ്ങനെ പണക്കാരെയൊക്കെ ഒരു അസൂയോടെ കാണുന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ എല്ലാവരും മാറി വരുന്നു. പ്രത്യേകിച്ച് ബി മാജിക്കിലുള്ള ആൾക്കാരൊക്കെ വളരെ നല്ല ആൾക്കാരാണ്. ഇനി ഇതിനെ നമുക്ക് നമ്മുടെ മണി എങ്ങനെ ഹാപ്പി മണി ആക്കാന്നുള്ളതാണ്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ ഒരു കാര്യം വെച്ചാല് നമ്മൾ എന്തിന് പൈസ കൊടുത്താലും, ഈവൻ ഹോസ്പിറ്റലിൽ കൊടുക്കുന്ന പണം പോലും നമ്മള് ഒരു വലിയ പർപ്പസ് നമുക്ക് കിട്ടുന്നുണ്ട്. KICB ബില്ല് അടയ്ക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഇലക്ട്രിസിറ്റി ഇല്ലാതുള്ള ഒരു ജീവിതം നമുക്ക് ആലോചിക്കാനേ പറ്റൂല. അപ്പൊ അതിനുള്ളൊരു റെമ്യൂണറേഷൻ ആയിട്ട് നമുക്ക് കൊടുക്കുന്നത്. അപ്പൊ ഇന്ന് മുതൽ നമ്മളെ എല്ലാ മണിയെയും ഹാപ്പി മണി ആക്കാനായിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് താങ്ക് യു പറയുക എന്നുള്ളതാണ്. താങ്ക് യു. നമ്മൾ പണം ചെലവാക്കുമ്പോഴും റിസീവ് ചെയ്യുമ്പോഴും ഉള്ളില് താങ്ക് യു പറയണം. നിങ്ങളൊരു വെറൈറ്റിക്ക് വേണമെങ്കിൽ നിങ്ങളിപ്പം സ്ക്രീനിൽ കാണുന്ന ഇത് നിങ്ങൾക്ക് പറയാവുന്നതാണ്. അരിഗാത്തോ. ഇതൊരു ജാപ്പനീസ് വേർഡ് ആണ്, അരിഗാത്തോ എന്നുള്ളത്. അപ്പൊ നമ്മള് അരികത്തായ ആരോ മുളുങ്ങുന്നെന്ന് പറഞ്ഞ പോലെ അത് മനസ്സിൽ വെച്ചാൽ മതി. അപ്പൊ പണം അരികത്തോട് വരുമ്പോ അരിഗാത്തോ എന്ന് പറഞ്ഞാൽ മതി. അരിഗാത്തോ എന്ന് വെച്ചാൽ ജാപ്പനീസ് വേർഡ് ഓഫ് സെയിങ് ഗ്രാറ്റിറ്റ്യൂഡ്. അപ്പൊ എന്താ ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളൊരു പണം, നേരത്തെ നമ്മുടെ ബഷീർ സാർ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ പണം കൊടുക്കുന്ന സമയത്ത് നമ്മൾ എന്താ പറയുക, ഭയങ്കര താങ്ക്ഫുൾ ആയിട്ട് കൊടുക്കണം. താങ്ക്ഫുൾ ആയിട്ട് കൊടുക്കണം. അതായത് ദൈവമേ ഈ ഒരു പൈസ എനിക്ക് കൊടുക്കാനായിട്ടുള്ളൊരു അവസരം ഉണ്ടായല്ലോ. പലപ്പോഴും ആളുകൾ ലോൺ എടുത്തതിനൊക്കെ ഭയങ്കര സങ്കടപ്പെടും, തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളതിനൊക്കെ. അപ്പൊ ഞാൻ പലപ്പോഴും എന്താ ചെയ്യാന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. നിങ്ങൾക്ക് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞാണ്, ലോൺ തരാൻ വേണ്ടിയിട്ട് ആൾക്കാർ തയ്യാറായല്ലോ. ഇപ്പൊ സത്യം പറഞ്ഞാൽ എന്റെ ക്രെഡിറ്റ് കാർഡിന്റെ ഒക്കെ കുറച്ച് ഞാൻ കമ്പനിക്ക് വേണ്ടിയിട്ടാണ് ക്രെഡിറ്റ് കാർഡിൽ കൂടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ അത് കൃത്യമായിട്ട് പൈസ അടയ്ക്കുന്നുണ്ട്. ലക്ഷങ്ങൾ അതിലൂടെ ഇങ്ങനെ മറിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഇല്ല എങ്കിൽ പോലും പണം എന്റെ അക്കൗണ്ടിലൂടെ ഇങ്ങനെ ഒഴുകുന്നുണ്ട്. അപ്പൊ ഏറ്റവും രസം വെച്ചാൽ ഒരു ദിവസം എനിക്കൊരു 10 കോളെങ്കിലും വിവിധ ബാങ്കുകളിൽ നിന്ന് വരുന്നുണ്ട്. കാര്യം ഇവര് സിബിൽ സ്കോർ നോക്കും. നമ്മുടെ സിബിൽ സ്കോർ ഉണ്ടാവണമെങ്കിൽ കടം വാങ്ങണം, കറക്റ്റ് ആയിട്ട് തിരിച്ചടയ്ക്കണം. അപ്പൊ ക്രെഡിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് കൃത്യമായി തിരിച്ചടയ്ക്കുന്നവർക്ക് ഉണ്ടാവും, അല്ലാത്തവർക്ക് സിബിൽ സ്കോർ ഉണ്ടാവില്ല. അപ്പൊ ഓരോ കോളും വിളിച്ചിട്ട് അത് ഫെഡറൽ ബാങ്കിൽ നിന്ന് വിളിക്കും, ആക്സിസ് ബാങ്കിൽ നിന്ന് വിളിക്കും. കാര്യം ഇവിടെയൊക്കെ എനിക്ക് അക്കൗണ്ട്സ് ഉണ്ട്. ഇനി ഇതില്ലാത്ത ബാങ്കിൽ നിന്ന് വിളിക്കും. എന്നിട്ട് പറയും, സാർ വെരി ഹാപ്പി ന്യൂസ് ഉണ്ട്, നിങ്ങൾക്ക് 7.5 ലക്ഷം രൂപ ലോൺ തരാനായിട്ട് റെഡിയാണ്. ഇപ്പൊ ഞാൻ കോൾ എടുക്കാറില്ല, പക്ഷെ ഞാൻ ഉള്ളിന്റെ ഉള്ളിൽ ഒരു താങ്ക്സ് പറയും. ഓ ദൈവമേ, എന്നെയൊക്കെ ഇവർ കൺസിഡർ ചെയ്യുന്നുണ്ടല്ലോ, ഒരു 7 lakhs ഒക്കെ ലോൺ തരാൻ വേണ്ടി. കാര്യം പലിശ കൂടുതലാണ്, അതുകൊണ്ട് നമ്മൾ എടുക്കാറില്ല. അപ്പൊ നമ്മൾ ഒരു ഉള്ളിന്റെ ഉള്ളിൽ ഒരു താങ്ക് യു പറയണം. ഇപ്പൊ ഇവിടെ കുറെ പേര് ആൾക്കാരുണ്ട്, സങ്കടപ്പെട്ടിരിക്കുന്ന ആൾക്കാർ, പണമില്ലാത്തതിന്റെ പേരിലൊക്കെ നാണം കെട്ട ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് പണത്തെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ പേടിയുള്ള ആൾക്കാരുണ്ട്. ഇവരെല്ലാവരുടെയും മനസ്സ് അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നാവാനുള്ള ഏറ്റവും ബെസ്റ്റ് മാർഗം എന്ന് വെച്ചാൽ 2 രൂപ കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും നമ്മൾ താങ്ക് യു പറഞ്ഞു കൊടുക്കാന്നുള്ളതാണ്. ഒരു രൂപയോ 10 രൂപയോ 5 രൂപയോ നമ്മൾ കൊടുക്കുമ്പോഴും നന്ദി പറയണം. എല്ലാവരും ചിലപ്പോൾ കിട്ടുമ്പോൾ താങ്ക്സ് ഒക്കെ പറയും, അയ്യോ എനിക്ക് ഇത്രയും പൈസ കിട്ടിയല്ലോ എന്നൊക്കെ ആലോചിക്കുന്ന ആൾക്കാർ കുറച്ചെങ്കിലും ഉണ്ടാവും. പക്ഷെ കൊടുക്കുമ്പോൾ നന്ദി പറയുന്ന ആൾക്കാർ കുറവായിരിക്കും. അതിന് ബഷീർ സാർ പറഞ്ഞ അതേ ഒരു ഐഡിയ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഈ പണം കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ താങ്ക് യു പറഞ്ഞിട്ട്, ഓക്കെ നീ പോയി കുറെ നിന്റെ ഫ്രണ്ട്സിനെയും നിന്റെ റിലേറ്റീവ്സിനെയും ഒക്കെ കൂട്ടിയിട്ട് തിരിച്ചിങ്ങോട്ട് പോവാം.
10 കൊടുക്കുമ്പോൾ പറയാം ദൈവമേ 10,000 ആയിരം ലക്ഷങ്ങളൊക്കെ ആയിട്ട് നീ മടങ്ങി വാ. നമ്മൾ കൊടുക്കുന്നവനെയും അനുഗ്രഹിച്ചു കൊടുക്കുക. ദേ ഈ പൈസ ഞാൻ നിനക്ക് തരുമോ, നിന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടാം. മനസ്സിന്റെ ഉള്ളിൽ വിചാരിച്ചാൽ മതി. നമ്മൾ അത് കൊടുക്കുമ്പോൾ കുഴപ്പമില്ല. ഇപ്പൊ ഒരു കടയിൽ ഒരു സാധനം പേ ചെയ്യുന്ന സമയത്ത് ഓക്കെ ഇതുകൊണ്ട് ഇവന്റെ ജീവിതം നന്നാവട്ടെ. അപ്പൊ എന്താ സംഭവം എന്ന് വെച്ചാല് പണത്തോടുള്ള നമ്മുടെ റിലേഷന് പതുക്കെ ഇങ്ങനെ ചേഞ്ച് ആവാൻ തുടങ്ങും. അങ്ങനെ പണം കൊടുക്കുമ്പോ താങ്ക്സ് പറഞ്ഞു കൊടുക്കണ എത്ര പേരുണ്ട്? ആരെങ്കിലും ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യോ, ടൈപ്പ് ചെയ്യുമോ? പണം കൊടുക്കുമ്പോ താങ്ക് യു പറയുന്ന ആൾക്കാർ, ബില്ലടയ്ക്കുമ്പോ, ഹോസ്പിറ്റലിൽ പൈസ കൊടുക്കുമ്പോ, കടയിൽ സാധനങ്ങൾ വാങ്ങുമ്പോ. ഓക്കെ, സിന്ധു ഉണ്ട്, റോസ്ലിൻ ഉണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം വെച്ചാൽ നമുക്ക് പൈസ കൊടുക്കുമ്പോ ബഷീർ സാർ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. എല്ലാവരും കുറച്ച് പേരെങ്കിലും ഉണ്ട്. അപ്പൊ ഇല്ലാത്തവര് ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നിങ്ങൾ പണം കൊടുക്കുമ്പോ താങ്ക്സ് പറഞ്ഞു കൊടുക്കുക. അപ്പൊ അതൊരു ഹാപ്പി മണി ആയിട്ട് മാറും. കാര്യം എന്ന് വെച്ചാല് നമുക്കറിയാലോ, പണം എന്ന് പറയുന്നത് ഒരു 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 ആഹ് ഒരു ഫ്രീ ഓഫ് എനർജിയാണ്. ഇത് പല ആൾക്കാരും പറയും. നമ്മുടെയൊക്കെ ഒരു ചെറുപ്പത്തിലൊരു തോട്ട് ഉണ്ടായിരുന്നു. ഇപ്പൊ ഞങ്ങളുടെ ക്രിസ്ത്യനിലാണ് ആ ഒരു വേർഡ് പുറത്തേക്ക് വന്നത്. ആൾക്കാര് അതുകൊണ്ടാന്ന് തോന്നുന്നു ക്രിസ്ത്യൻസ് ഒന്നും വലിയ ബിസിനസ് ചെയ്യാത്തതെന്ന് തോന്നുന്നു. എന്ന് വെച്ചാൽ ആ സമയത്ത് ഓർക്കാറില്ല. പക്ഷെ അത് ഇനി പതുക്കെ ഈ ക്ലാസ് കിട്ടുമല്ലോ, ഇനി പതുക്കെ അരികത്തു എന്ന് ആലോചിച്ചാൽ മതി. അരികാത്ത പറഞ്ഞാൽ മതി. ബൈബിളിൽ ഒരു വചനമുണ്ട്. ഇങ്ങനെയാണ്, അതാണ് കുറെ പേര് പറയുന്നത്. മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവൽ എന്നാണ്. പക്ഷെ വചനം അങ്ങനെയല്ല ശരിക്കും. ദ ലവ് ഓഫ് മണി ഈസ് ദ റൂട്ട് ഓഫ് ഓൾ ഈവൽ. പണത്തോടുള്ള സ്നേഹം എല്ലാ തിന്മകളുടെയും അടിസ്ഥാനമാണ്, അല്ലെങ്കിൽ ബേസ് ആണെന്നുള്ള ഒരു കോൺസെപ്റ്റ് ബൈബിൾ പറയുന്നത്. പക്ഷെ അതില് ഏറ്റവും രസകരമായ കാര്യം എന്താണ്? ഈ പണത്തോടുള്ള സ്നേഹമാണ്. ശരിക്കും നമുക്ക് എന്താ പറയാ, പണത്തോട് സ്നേഹം എന്ന് വെച്ചാൽ ഈ എന്താ പറയാ കൂട്ടി വെക്കാനായിട്ട് ആഗ്രഹമുള്ളതാണ്. ഇങ്ങനെ എന്താ പറയാ ഒരുപാട് ഇങ്ങനെ ഗ്യാദർ ചെയ്യണം എന്നുള്ള ഒരു ചിന്ത ഉള്ള ആൾക്കാരാണ് ഈ ഒരു പണത്തോട് സ്നേഹം. ഞാൻ ഈ കഴിഞ്ഞ ആഴ്ച ഈ കഥ പറഞ്ഞതെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു മനുഷ്യന് കുറേ പൈസ ഉണ്ട്, കുറേ സ്വർണ്ണ നാണയങ്ങൾ. ഇദ്ദേഹം ഞാൻ ഈ പറഞ്ഞു വന്നു തോന്നുന്നു. പറഞ്ഞെങ്കിൽ ദയവേത് ക്ഷമിക്കുക. ഒരു പ്രാവശ്യം കൂടി ഇതിന്റെ കോൺസെപ്റ്റിനോട് ചേർന്ന് നിൽക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ പണം കാണുന്നതാണ് ഇയാൾക്ക് സന്തോഷം. ഇയാൾ ഈ പണം മുഴുവനും എടുത്തിട്ട് കുഴിച്ചിടും. എല്ലാ ദിവസവും ഈ പണം, കുഴിച്ചിട്ട പണം പുള്ളി തുറന്നു നോക്കും. എന്നിട്ട് അത് കാണുമ്പോൾ അതിന്റെ ഒരു ഗ്ലിംസ് ഒക്കെ കാണുമ്പോൾ സ്വർണ്ണ നാണയങ്ങളാണ്. ഭയങ്കര സന്തോഷമൊക്കെ ഫീൽ ചെയ്ത് പിന്നെയും പുള്ളി കുഴിച്ചിടും. ഇത് ഏതോ കള്ളന്മാര് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇയാള് ഈ പണം കുഴിച്ചിടുന്നതും ഈ തുറക്കുന്നതും അത് കണ്ട് സ്നേഹിക്കുന്നതൊക്കെ. ഒരു ദിവസം രാവിലെ ഇയാള് ഇത് കാണാൻ വേണ്ടി വരുന്ന സമയത്ത് സ്വർണ്ണ നാണയങ്ങൾ അവിടെ ഇല്ല. സ്വർണ്ണ നാണയങ്ങളൊക്കെ ആരും എടുത്തിട്ട് പോയി. ഇയാൾ അവിടെ കിടന്ന് അല്ലമുറയിട്ട് കരയാൻ തുടങ്ങി. കരഞ്ഞറിഞ്ഞ ആ വഴിക്ക് ഒരു സന്യാസി പോകുന്നുണ്ടായിരുന്നു. അയാൾ ചോദിച്ചു എന്താ പ്രശ്നം? അപ്പൊ പറഞ്ഞു ഈ പണം ഞാനിങ്ങനെ കുറെ പണം ശേഖരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത് കള്ളന്മാരെടുത്തിട്ട് പോയി. അപ്പൊ പുള്ളിയോട് ചോദിച്ചു, ഓക്കെ നിങ്ങൾ ഈ പണം കൊണ്ട് എന്താ ചെയ്യാറ്? അയ്യോ ഞാൻ ഒന്നും ചെയ്യാറില്ല. ഇതിന് എന്തെങ്കിലും ചെലവാക്കിയിട്ടുണ്ടോ? ഇല്ല ചെലവാക്കിയിട്ടില്ല. അതെനിക്ക് ആലോചിക്കാൻ പോലും പറ്റൂല. അപ്പൊ സന്യാസി പറഞ്ഞു നീ ഒരു കാര്യം ചെയ്യ്, കുറച്ച് കല്ലെടുത്തിട്ട് ഈ പൊതിഞ്ഞ് വീണ്ടും കുഴിച്ചിട്ടോ, എന്നിട്ട് എല്ലാ ദിവസവും കണ്ടോ. ചെലവാക്കാത്ത പണം എന്താ പറയാ ഈ പണത്തോടുള്ള സ്നേഹമാണ്. അത് ചെലവാക്കുന്നില്ല, ആർക്കും കൊടുക്കൂല, നമ്മളും ഉപയോഗിക്കൂല. ഇങ്ങനെ പണം ഇങ്ങനെ കൂട്ടി 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 ഇങ്ങനെ കയറ്റി വെക്കുന്ന ഒരു സ്വഭാവമാണ്. അപ്പൊ അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല് പണം ചെലവഴിക്കണം. പണം ചെലവഴിക്കണം. എന്താണ് പണം? ഈസ് ആൻ എനർജി. ഞാനൊരു നെക്സ്റ്റ് ടോപ്പിക്കിൽ അത് കുറച്ചും കൂടി പറയാം. പക്ഷെ ചെലവഴിക്കുമ്പോൾ ഗ്രാറ്റിറ്റ്യൂഡോട് കൂടി കൊടുക്കുക. താങ്ക് യു സോ മച്ച്. ഞാൻ പലപ്പോഴും എന്റെയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാനിപ്പോ ഒരു 3-4 വർഷം മുമ്പ് വരേക്കും പലപ്പോഴും കാര്യങ്ങളൊക്കെ സ്പെൻഡ് ചെയ്യുമ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു എനിക്ക്. കാര്യം വെച്ചാൽ നമ്മൾ പലപ്പോഴും ഒരു കാര്യത്തിന് ചെലവാക്കാൻ വേണ്ടി പേഴ്സ് തുറക്കുമ്പോൾ പൈസ ഉണ്ടാവില്ല, അക്കൗണ്ടിൽ പൈസ ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് സങ്കടപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ നമ്മൾ അതൊക്കെ മാറി നമ്മളൊരു ഫ്രീ ആയിട്ട് നമ്മളത് ചെലവഴിച്ച് തുടങ്ങുന്ന സമയത്ത് ഞാൻ പലപ്പോഴും ഒരു സാധനമൊക്കെ മേടിക്കാൻ നിന്നിട്ട് പേ ചെയ്യുമ്പോൾ ഞാൻ മനസ്സുകൊണ്ട് ഞാൻ ഇങ്ങനെ ചിന്തിക്കാറുണ്ട്, ഓ താങ്ക് യു ജീസസ്, താങ്ക്സ് ലോട്ട്. കാര്യം എന്തായാലും എനിക്കിപ്പോ ചെലവാക്കാൻ, അതായത് ആ എമൗണ്ട് നോക്കാതെ ചെലവാക്കാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റിയിലേക്ക് എനിക്ക് വളരാൻ പറ്റി. അപ്പൊ സോ ദാറ്റ്സ് ഗ്രേറ്റ്. ഞാൻ വെച്ചാൽ വെറുതെ ചെലവാക്കുന്നല്ല, അത് നല്ല രീതിയിൽ ചെലവഴിക്കാൻ പറ്റുന്നുള്ളടത്ത് നമ്മൾ നന്ദി പറയുന്നുണ്ട്. അപ്പൊ നിങ്ങളും അതൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. അപ്പൊ എന്താണെന്നറിയോ, പണത്തോടുള്ള നമ്മുടെ ഒരു സ്നേഹം അല്ലെങ്കിൽ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിൽ ഭയങ്കരമായിട്ട് ചേഞ്ച് വരും ഈ പണം മറ്റുള്ളവരെ നന്നാക്കും. ഇനി രണ്ടാമതൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇത് കുറച്ചും കൂടി ഒരു ഇൻവെസ്റ്റ്മെന്റ്സ് പാർട്ടാണ്. ഇത് പലർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. മണി ഈക്യു ഉണ്ട്, മണി ഐക്യം ഉണ്ട്. മണി ഐക്യം എന്ന് പറഞ്ഞാല് എങ്ങനെയാണ് നമ്മൾ പണം ചെലവഴിക്കേണ്ടത് എന്നുള്ള കാര്യമാണ്. ഇതൊരു
വാസ്റ്റ് ടോപ്പിക്കാണ്. എന്നാലും കുറച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം. ആർക്കെങ്കിലും വാരൻ ബഫറ്റ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ? പണക്കാരനും പാവപ്പെട്ടവനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് അറിയോ? വാരൻ ബഫറ്റ് പറഞ്ഞത്. ബഷീർ സാറേ, എന്തെങ്കിലും ഓർമ്മയുണ്ടോ? പണക്കാരനും പാവപ്പെട്ടവരും തമ്മിൽ എങ്ങനെയാണ് പണം ചെലവഴിക്കുന്നത് എന്നുള്ളത് ആർക്കെങ്കിലും? അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ഒന്ന് ഗസ് ചെയ്യാവോ? എങ്ങനെയാണ് പണക്കാരൻ പണം ചെലവഴിക്കുക, അല്ലെങ്കിൽ പാവപ്പെട്ടവൻ എങ്ങനെ പൈസ ചെലവഴിക്കുക? പണക്കാരനാണ് പിശുക്കി ചെലവൊക്കെ, പാവങ്ങള് നല്ലോണം ലാവിഷായിട്ട് ജീവിക്കും. പണക്കാര് കറക്റ്റാണ് ചെലവാക്കുന്നിടത്ത് സിന്ധുമാൻ പറഞ്ഞത് കറക്റ്റ് ആണ്. കുറച്ചും കൂടി നന്നായിട്ട് കറക്റ്റ് ആണ് സാർ പറഞ്ഞത്. വേറെ അതിന്റെ ഒരു ഡയലോഗ് ആരെങ്കിലും? ദ റിച്ച്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിച്ച് ആൻഡ് പുവർ എന്ന് വെച്ചാല്, പണക്കാരൻ, പണമുള്ളവൻ അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു വെൽത്തി കോൺഷ്യസ്നസ് ഉള്ളവൻ, ദേ വിൽ ഇൻവെസ്റ്റ് ഫസ്റ്റ്, ബാക്കി ഉണ്ടെങ്കിലേ അവൻ ചെലവഴിക്കുള്ളൂ. അതായത് പണമുള്ളവൻ ആദ്യം ചെയ്യുക, ഇൻവെസ്റ്റ് ചെയ്യും. അവന്റെ വരുമാനത്തിൽ നിന്ന് 100 രൂപയാണെങ്കിൽ 100 രൂപയിൽ എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് ചെയ്തു, ബാക്കി ഉണ്ടെങ്കിലാണ് അവൻ സ്പെൻഡ് ചെയ്യുള്ളൂ. പാവപ്പെട്ടവൻ എന്ത് ചെയ്യും? 1000 രൂപ ഡെയിലി ശമ്പളം കിട്ടുന്നവൻ അത് മാക്സിമം ചെലവഴിക്കും. എന്നിട്ട് അവനെ കൊണ്ട് ചെലവഴിക്കാൻ പറ്റിയില്ലെങ്കിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുക ഇൻവെസ്റ്റ് ചെയ്യും. നമ്മൾ നോക്കിക്കോ, നിങ്ങൾ ആ ഒരു നോക്കിക്കോ, നമ്മളെപ്പോഴും ഈ സാധാരണ രീതിയിൽ ജീവിക്കുന്ന ആളുകളൊക്കെ കടം വാങ്ങിയിട്ടായിരിക്കും ഓരോന്നും ധരിക്കുക. അവർ പറയാം ഞങ്ങളുടെ കയ്യിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ചെയ്യാതെ. ഇപ്പൊ ഒരു മോളുടെ കല്യാണം വന്നു, കുറെ പൈസ കടം വാങ്ങും, എന്നിട്ട് പിന്നെ അത് മുഴുവൻ ഇങ്ങനെ പലിശ കൊടുത്ത് ഇങ്ങനെ പോകും. അപ്പൊ അവരുടെ വരുമാനത്തിന്റെ ഭൂരിഭാഗവും EMI-യും പൈസയൊക്കെ ആയിട്ടാണ് പോകുന്നത്. അതല്ലെങ്കിൽ നമുക്കൊന്ന് വെറുതെ നമ്മുടെ ചുറ്റുപാടിലേക്ക് ഒന്ന് ചിന്തിച്ചാൽ മതി. ഇപ്പൊ ഞാൻ തന്നെ ഒരു പ്രോപ്പർട്ടി വാങ്ങാൻ വേണ്ടിയിട്ട് ലോണിന് വേണ്ടി ചെന്ന് കഴിഞ്ഞപ്പോ, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, ഈ ബാങ്കിൽ ലോൺ, നിങ്ങൾ കാറ് വാങ്ങാൻ പോകും, ബൈക്ക് വാങ്ങാൻ പോകുന്നു, വീട് വാങ്ങാൻ പോകുന്നു, എന്തെങ്കിലും ലോൺ എടുക്കാൻ ചെന്ന് കഴിഞ്ഞാല് ലോണിന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം അവര് ഒരിക്കലും നിങ്ങൾ ഈ പണം അടച്ചു തീർക്കുമ്പോൾ എത്ര രൂപയാവുന്ന ഒരിക്കലും പറയൂല. ഇവരാകെ നിങ്ങളോട് പറയാ എന്താണ്, മാസം ഇത്ര രൂപ അടച്ചാൽ മതി. നിങ്ങൾക്ക് അത് കേൾക്കേണ്ട കാര്യമുള്ളൂ. ഞാൻ ഇത് കുറച്ചും കൂടി ഒരു ഇൻവെസ്റ്റ്മെന്റ് പാർട്ടിലാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ ഒരു വണ്ടി വാങ്ങാൻ ചെല്ലണ സമയത്ത് പറയും വണ്ടിയുടെ വില എത്രയാ? 10 ലക്ഷം രൂപ പോട്ടെ. ഒരു ബൈക്ക് ആണെങ്കിൽ പറയും 1 ലക്ഷം രൂപയാണ്, 1,4 ലക്ഷം രൂപയുടെ വണ്ടി. ഇതിൽ നിങ്ങൾ 1 രൂപ തന്നാൽ മതി, ബാക്കിയെല്ലാം ഞങ്ങൾ ലോൺ തരാം. നിങ്ങൾ എന്ത് ചെയ്യണം? മാസം ഒരു 3000 രൂപ അല്ലെങ്കിൽ 4000 രൂപ വെച്ചിട്ട് മാസം അടയ്ക്കണം. എത്ര മാസം അടയ്ക്കണം? 40 മാസമോ 60 മാസമോ നിങ്ങൾ അടയ്ക്കണം. നമ്മൾ ഒരാളും ചിന്തിക്കൂല ഇത് അടച്ചു കഴിയുമ്പോൾ എത്ര പൈസ വരുന്നു. ഭൂരിഭാഗം പേര് ചിന്തിക്കൂല. ഞാൻ ചിന്തിക്കാറുണ്ട്. സോ ദാറ്റ് ഈസ് എ ഫസ്റ്റ് പാർട്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞതുപോലെ ഇപ്പൊ എനിക്ക് സ്ഥലം വാങ്ങണ ഒരു കേസ് വന്നപ്പോ എനിക്ക് 20 ലക്ഷം രൂപ വേണം. ഞാൻ ബാങ്കുകളെ സമീപിച്ചു. ഫസ്റ്റ് ബാങ്കിൽ ചെന്നു. ബാങ്കുകാർ എന്നോട് പറഞ്ഞില്ല എത്ര എമൗണ്ട് അടച്ചിരുന്നു. അവർ പറഞ്ഞു ഇത്രയും രൂപ ലോൺ തരാം, 10 വർഷത്തേക്കാണ് തരുന്നത്, നിങ്ങൾ ഒരു കാര്യം ചെയ്യണം, മാസം 36,000 രൂപ സംതിങ് വെച്ചിട്ട് നിങ്ങൾ അടയ്ക്കണം. ഞാൻ വെറുതെ അപ്പൊ തന്നെ എന്റെ മൊബൈൽ എടുത്ത് കാൽക്കുലേറ്റർ അടിച്ചു നോക്കി. 20 ലക്ഷം രൂപ, വെരി ഗുഡ് സുജിത് സാർ, 20 ലക്ഷം രൂപ ലോൺ എടുക്കണ എന്റെ EMI എല്ലാം അടച്ചു തീരുമ്പോൾ 10 വർഷം കൊണ്ട് 36 ലക്ഷം രൂപ വരും. 36 ലക്ഷം രൂപ ഞാൻ അടച്ചു തീർക്കും. ഞാൻ നോക്കിയപ്പോ ദൈവമേ, 16 ലക്ഷം രൂപ ഞാൻ പണിയെടുക്കുന്ന പൈസ ബാങ്കിന് കൊടുക്കണം. അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും അടുത്ത ബാങ്കിൽ ചെന്നു. ആ ബാങ്ക് ലോൺ തന്നില്ല, എന്തൊക്കെയോ ഡിലേ വന്നു. ഭൂപണയ ബാങ്ക് ആയിരുന്നു. അപ്പൊ ഞാൻ അടുത്ത ബാങ്കിൽ ചെന്നു. സൊസൈറ്റി ആയിരുന്നു. സൊസൈറ്റിയിൽ ചെന്ന് അവരുടെ പലിശ കൂട്ടി കഴിഞ്ഞപ്പോൾ 44 ലക്ഷം രൂപയായി. 20 ലക്ഷം രൂപ ലോൺ എടുത്ത് ഞാൻ 44 ലക്ഷം രൂപ അടയ്ക്കണം. 10 വർഷം കൊണ്ടാണെന്ന് ആലോചിച്ച് നോക്കണേ. ഇത് കഴിഞ്ഞ് ഒരു ആക്സിസ് ബാങ്കിൽ വന്നു. അവരുടെ പെർസെന്റേജ് ആ സമയത്ത് കുറവായിരുന്നു, കൊറോണ കഴിഞ്ഞ സമയമായിരുന്നു. അവര് എനിക്ക് പറഞ്ഞ പെർസെന്റേജ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്തപ്പോൾ 20 ലക്ഷം രൂപ എന്നുള്ളത് 30 ലക്ഷം രൂപ ആക്കാൻ വന്നു. അപ്പോഴും 10 ലക്ഷം രൂപ ഞാൻ എക്സ്ട്രാ കൊടുക്കണം 10 വർഷം കൊണ്ട്. അതായത് 1 ലക്ഷം രൂപ വെച്ചിട്ട് 1 വർഷം ഞാൻ പലിശ ഇനത്തിൽ കൊടുക്കണം. ഞാൻ പക്ഷെ ലോൺ എടുത്തത് മാത്രമല്ല, ഞാൻ ആ കഥ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. വിത്തിൻ 2 ഇയേഴ്സിനുള്ളിൽ ഞാൻ ലോൺ തിരിച്ചടച്ചു. ഞാൻ പലിശ ഇനത്തിൽ ആകെ കൊടുത്തത് 2 ലക്ഷം രൂപയാണ്. ഞാൻ എന്താ ചെയ്തത്? ഞാൻ കുറികൾ ചേർന്നു. ആ പൈസ കൊണ്ട് കുറി വിളിച്ചെടുക്കും. അപ്പൊ പിന്നെ അവിടെ പലിശയില്ല, ഈ പൈസ ഇവിടെ കൊണ്ട് അടയ്ക്കും. ഫ്രണ്ട്സിന്റെ നിന്ന് മേടിച്ചു, കടം മേടിച്ചു, അത് മേടിച്ചു. അങ്ങനെ 2 വർഷം കൊണ്ട് ഞാൻ ലോൺ തീർന്നു. ഞാൻ 2,20,000 രൂപ കണ്ട ഈ പറഞ്ഞ പ്രോപ്പർട്ടിക്ക് വേണ്ടി ചെലവാക്കിയുള്ളൂ. എന്ന് വെച്ചാൽ ലോൺ എമൗണ്ട് ആയിട്ട്, മീൻസ് പലിശയായിട്ട്. അപ്പൊ നമ്മളെപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ വി ഹാവ് ടു പ്ലാൻ ഓൾവേസ് അഡ്വാൻസ്.
നമുക്ക് കിട്ടുന്ന വരുമാനത്തിനെ കൃത്യം ഭാഗം വെച്ച് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നാ പറയാം. ഇതിന്റെ ഒരു പെർസെന്റേജ് ഞാൻ പറഞ്ഞത്, ഒരു 10-20% എങ്കിലും നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. കാര്യം നമ്മുടെ ശമ്പളം ഇപ്പൊ കുറവായിരിക്കും. അപ്പൊ നമ്മൾ നോക്കുമ്പോൾ നിത്യ ചെലവിന് ഒരു നിലയ്ക്ക് അടുക്കുണ്ടാവില്ല. പക്ഷെ ഞാൻ പറയുന്നത് 2% എങ്കിലും നമ്മൾ സേവ് ചെയ്യണം. ഇപ്പൊ 10,000 രൂപ ശമ്പളമുള്ള ഒരാളെന്ന് വിചാരിച്ചോ, ഒരു മാസം ഒരു 1000 രൂപ സേവ് ചെയ്യണം എന്നാണ് പറയാ. ഇനിയിപ്പോ 1000 രൂപ പറ്റൂലേ, ഒരു 500 രൂപ പറ്റൂലേ, 200 രൂപ മാറ്റി വയ്ക്കാൻ പറ്റും. 200 രൂപ നമ്മൾ ആദ്യം കിട്ടുമ്പോൾ തന്നെ 200 രൂപ മാറ്റി വയ്ക്കുക. ഇത് എന്തിനാ പറയണെന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മള് കുറച്ചെങ്കിലും പൈസ നമ്മളിങ്ങനെ മാറ്റി വെക്കുമ്പോൾ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, ഒരു കുറി കൂടുകയോ ഒരു പോസ്റ്റ് ഓഫീസിൽ എന്തെങ്കിലും അടയ്ക്കുകയോ ചെയ്യുന്ന സമയത്ത് നമുക്ക് എത്ര ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും നമ്മളിത് മാറ്റി വെക്കുമ്പോൾ നമ്മുടെ കോൺഷ്യസ്നെസ് മാറും. എന്താണ്, അയ്യോ ഞാൻ ഇത്രയും പൈസ സേവ് ചെയ്യുന്ന ഒരു മനസ്ഥിതിയിലേക്ക് നമ്മൾ മാറും. നമ്മുടെ മൈൻഡ് ഇറ്റ്സ് എന്താ പറയുക, ഒരു ക്രിയേറ്റിംഗ് ഫീൽ ലൈക്ക് ഓക്കെ ഐ ആം സേവിങ് സംതിങ്. മറ്റേതെന്താണ്, 10,000 രൂപ കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് ചെലവഴിച്ചിട്ട് അവസാനം പിന്നെ കടം മേടിച്ചിട്ടായിരിക്കും ചെലവഴിക്കുന്നത്. പക്ഷെ ഈ കടം മേടിക്കുന്ന സിറ്റുവേഷൻസ് ഉണ്ടെങ്കിൽ പോലും ഒരു 200 രൂപ നിങ്ങൾ മാസം സേവ് ചെയ്യുക. ഇത് 1 ലക്ഷം ഉള്ളവനാണെങ്കിൽ 10,000 രൂപ സേവ് ചെയ്യാൻ പറ്റിയെങ്കിൽ സേവ് ചെയ്യുക, ഇല്ലെങ്കിൽ 2,000 രൂപയെങ്കിലും നിങ്ങൾ സേവ് ചെയ്യുക. അപ്പൊ എന്താ പറയുക, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ ഒരു ചിന്ത വരും, ദൈവം എനിക്ക് ഇത്രയും ഒരു സേവിങ് വരുന്നുണ്ട്. അപ്പൊ സേവ് ചെയ്യാനുള്ള ഒരു കോൺഷ്യസ്നെസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യും. അതുപോലെ നിങ്ങൾക്കൊരു വണ്ടി വാങ്ങണം, നേരെ പോയി ലോൺ എടുക്കാതെ നമ്മൾ പ്ലാൻ ചെയ്യാം. ഓക്കെ, ഇപ്പൊ ഞാൻ കുറവ് ബുദ്ധിമുട്ടുണ്ട്, പക്ഷെ ഒരു കുറിയൊക്കെ ചേർന്ന് കഴിഞ്ഞാല് നല്ല KSF-ലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഒക്കെ നമ്മൾ അത് മനസ്സിൽ കണ്ടിട്ട് ഒരു മാസം ഒരു കുറി ചേരുക, ഇത്ര രൂപ വെച്ച് മാസം ഇൻസ്റ്റാൾമെന്റ് കൊടുക്കുക, എന്നിട്ട് ആ കുറി വിളിച്ചെടുക്കുക. അപ്പൊ എന്താണ്, പലിശ കൊടുക്കണ്ട, നമുക്ക് ആ വിളിക്കിഴിവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കും. അപ്പൊ എന്തായി, പലിശ കൊടുക്കാതെ അത്രയും വലിയൊരു എമൗണ്ട് നമ്മുടെ ഓർമ്മിച്ച് കൈ വരും. നമുക്ക് അത് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ഒരു മണി കോൺഷ്യസ്നെസ് ഹാപ്പി മണി ആയിട്ട് മാറുക. ഇത് ഒന്നാമത്തെ റൂളാണ്. രണ്ടാമത്തെ റൂൾ എന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞില്ലേ, കിട്ടിയ ആദ്യം തന്നെ ഇൻവെസ്റ്റ് ചെയ്തോളൂ. എന്തെങ്കിലും ഞാൻ പറഞ്ഞ ചിലപ്പോൾ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് പറയില്ല, പക്ഷെ ഇനി ഗോൾഡ് വാങ്ങുകയോ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ ലൈഫിൽ നമ്മൾ മാറ്റി വയ്ക്കും. അപ്പൊ എന്താണെന്നറിയോ, ഈ പണത്തിന് ഏറ്റവും പ്രത്യേകതയുണ്ട്. നമ്മളാണ് ഇപ്പൊ ഹാർഡ് വർക്ക് ചെയ്യുന്നത്, നമ്മൾ പണത്തെ കൊണ്ട് പണി ചെയ്യിപ്പിക്കണം. ഒരു സിമ്പിൾ നോട്ട് നിങ്ങൾ ഒന്ന് ആലോചിച്ചു, ഒരു ബാങ്കിലും ഇപ്പൊ ബാങ്ക് പലിശകൾ കുറവാണ് എങ്കിൽ പോലും നിങ്ങളൊരു ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാല് ഒരു 7% പലിശ കിട്ടും വിചാരിച്ചു, 7% പലിശ കിട്ടും. അതായത് 1 ലക്ഷം രൂപ ഒരു വർഷം ബാങ്കിൽ ഇട്ട് കഴിഞ്ഞാല് നിങ്ങൾക്ക് 7,000 രൂപ ഒരു വർഷം കഴിയുമ്പോൾ ബാങ്ക് നിങ്ങൾക്ക് തരും. 7% മിനിമം ഉണ്ട്. അപ്പൊ 7,000 രൂപയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരു പണിയെടുക്കേണ്ട ആവശ്യമില്ല, ബാങ്കാണ് ജോലി എടുക്കുന്നത്. 2 തരത്തിലുള്ള ഇൻകം ഉണ്ട്. ഒന്ന് എന്താണ്, ആക്റ്റീവ് ഇൻകവും പാസീവ് ഇൻകവും. നമ്മൾ മുഴുവൻ പണിയെടുക്കുന്നത് ആക്റ്റീവ് ഇൻകത്തിന് വേണ്ടിയിട്ടാണ്. ജോലി എടുക്കുന്നു, കാശ് എടുക്കുന്നു, അത് ചെലവാക്കുന്നു, ജോലി എടുക്കുന്നു, കാശ് എടുക്കുന്നു, ചെലവാക്കുന്നു. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങുമ്പോഴോ, ഇപ്പൊ എന്റെ ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് കുറച്ച് ഡൗൺ ആണ്, ഞാൻ SIP-ൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ കഴിഞ്ഞ ഒരു 3-4 വർഷമായിട്ട് ചെയ്തിട്ടുണ്ട്. ഏകദേശം 1,20,000-25,000 രൂപ കഴിഞ്ഞ 3-4 വർഷം. ഞാൻ 2,000 രൂപ വെച്ചിട്ട് തുടങ്ങി. ഇപ്പൊ ഓൾമോസ്റ്റ് 5,000 എല്ലാ മാസം ഞാൻ അതിനകത്തേക്ക് ഇടുന്നുണ്ട്. ഇപ്പൊ കുറച്ച് ഡൗൺ ആണ് സ്റ്റോക്ക് മാർക്കറ്റ്. ഞാൻ പുതിയത് തുടങ്ങിയത് നഷ്ടത്തിലാണ്, -8-ലാണ് പോകുന്നത്. പക്ഷേ ഓവറോൾ നോക്കിക്കഴിഞ്ഞാല് ഞാൻ 1,25,000 രൂപ ഇട്ടിട്ട് ഒരു 3 or 4 ഇയേഴ്സ് കൊണ്ട് ഇട്ടിട്ട് എന്റെ അതിനകത്ത് ഇപ്പോഴത്തെ ഒരു വാല്യൂ എന്ന് വെച്ചാൽ 1,62,72 ആണ്. ഇത് ഓൾമോസ്റ്റ് 2 lakhs വരെ വന്നിട്ടുണ്ട്. അപ്പം സ്റ്റോക്ക് മാർക്കറ്റ് നമ്മളിപ്പോ ഒരു ലോങ് ടൈമിലേക്കാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിനെ കുറിച്ച് വേറിയില്ല. സ്റ്റോക്ക് മാർക്കറ്റ് ഇന്ന് പോവും, നാളെ നന്നാവും. അപ്പൊ നമ്മള് അതുകൊണ്ട് SIP ആയതുകൊണ്ട് എല്ലാ മാസവും ഇപ്പൊ ഞാൻ ആലോചിക്കുന്നതാണ്, ഇപ്പൊ സ്റ്റോക്ക് മാർക്കറ്റ് ഡൗൺ ആയി, ഞാൻ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു 3,000 രൂപ ഇൻവെസ്റ്റ് ചെയ്തതിൽ -8% കിടക്കുന്നത്. പക്ഷെ ഞാൻ എന്താണ് എന്റെ ഹാപ്പിനെസ് എന്ന് വെച്ചാല്, ഈ മാസം ഞാൻ പൈസ അതിനകത്തേക്ക് 3,000 രൂപ ഇടുമ്പോൾ എനിക്ക് കൂടുതൽ സ്റ്റോക്ക് കിട്ടും. കാര്യം ഓൾറെഡി ഷെയർസിന്റെ ഒക്കെ വാല്യൂ കുറവാണ്. അപ്പൊ ഇനി ഇത് ഗ്രോ ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഗ്രോത്ത് ആയിരിക്കും. കാര്യം 3,000-ന് എനിക്ക് കിട്ടാവുന്ന ഷെയറിന്റെ എണ്ണം കൂടുതലാണ്. ഞാൻ പറഞ്ഞത് ഇൻവെസ്റ്റ്മെന്റ് വലിയൊരു ടോപ്പിക്കാണ്. പക്ഷെ ഞാൻ പറയാൻ വന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാല്, നമുക്ക് കിട്ടുന്നതിൽ 10% എങ്കിലും നമ്മൾ സേവ് ചെയ്യാൻ പഠിക്കാം. 10%. അത് നിങ്ങൾക്ക് 10-ൽ തുടങ്ങാൻ പറ്റില്ലെങ്കിൽ 1-ൽ തുടങ്ങാം, 1% തുടങ്ങാം, 2% തുടങ്ങാം, 3-ഓ 5-ഓ എത്രയാണെന്ന് വെച്ച് തുടങ്ങാം. പക്ഷെ അറ്റ്ലീസ്റ്റ് സേവ് സംതിങ്. കുറച്ചെങ്കിലും സേവ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിനെ ഒരു എന്താ പറയാ, ഒരു ഇൻവെസ്റ്റ്മെന്റ് മോഡിലേക്ക് നിങ്ങൾ മാറ്റണം. അപ്പൊ നിങ്ങൾക്ക് നിങ്ങൾ പോലും അറിയാതെ പണം സേവ് ചെയ്യാനുള്ള സാധ്യതകൾ വരും.
ഇതിൽ വേറെ കണക്കാണെങ്കിൽ പറയും 10%. ഞാൻ മറ്റു ക്ലാസ് എടുക്കുമ്പോൾ ഗൾഫിൽ പോകുന്നവരോടൊക്കെ പറയും 10% നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യണം. ഇതിൽ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പണിയെടുക്കുന്നത് നിങ്ങളാണ്. നിങ്ങൾക്ക് വേണ്ടി സേവ് ചെയ്യണം എത്ര പേരുണ്ട്? ഇപ്പൊ നിങ്ങൾ ഭൂരിഭാഗം പേരും പൈസ അടയ്ക്കുന്നത് കുടുംബത്തിന്റെ കൊച്ചിനെ പഠിപ്പിക്കാനുള്ള ലോൺ അടയ്ക്കുന്നുണ്ടാവും, വീട് പണിത ലോൺ അടയ്ക്കുന്നുണ്ടാവും, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് അടയ്ക്കുന്നുണ്ടാവും. നാളെ നിങ്ങൾക്ക് വയ്യാതെ ഇരിപ്പായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് തിരിച്ചിട്ടാൻ എന്ത് കയ്യിലുള്ളത്? ഡിഡ് യു തിങ്ക് അബൌട്ട് ഇറ്റ്? നാളെ നിങ്ങൾ പണിക്ക് പോകുന്നില്ല, നിങ്ങളുടെ കാര്യം ആര് നോക്കും? മക്കളുടെ മുമ്പിൽ കഴിഞ്ഞിട്ടുണ്ട് വരില്ലേ? ഇപ്പൊ ഉണ്ടാക്കുന്ന പൈസ മുഴുവൻ, അത് കുറെ പേരെങ്കിലും പ്രായമായ ആൾക്കാരാ, അല്ലെങ്കിൽ കുട്ടികളെ വളർത്തിക്കൊണ്ട് വരുന്നവരാണ്. നിങ്ങൾ ഇപ്പൊ കിട്ടുന്ന പൈസ മുഴുവനും മക്കൾക്ക് വേണ്ടിയും നാട്ടുകാർക്ക് വേണ്ടിയും ഒക്കെ ചെലവാക്കി കഴിഞ്ഞാൽ നാളെ നിങ്ങൾ ഇരിപ്പതായി കഴിഞ്ഞാൽ കൈ നീട്ടി പിച്ചക്കാരന്റെ പോലെ ജീവിക്കേണ്ടി വരും. മക്കള് നോക്കുമെന്ന് വിചാരിച്ചിട്ട് ആരും പൈസ മക്കൾക്ക് കൊടുക്കാൻ നിൽക്കണ്ട. ഞാൻ പറഞ്ഞ അവർക്കും അവരുടേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം വെച്ചാൽ 10% സേവ് ഫോർ യുവേഴ്സ്. ഞാൻ ഇപ്പൊ ഈ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എനിക്ക് വേണ്ടിയിട്ടാണ്, എന്റെ കുടുംബക്കാർക്കും പിള്ളേർക്കും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ അതുപോലെ ഒരു PF അക്കൗണ്ടിൽ കുറച്ച് പൈസ ഇടുന്നത് അതൊക്കെ എനിക്ക് വേണ്ടി ചെയ്യുന്നതാണ്. കാര്യം നാളെ എന്റെ വർക്ക് ഇല്ലാതെ ആയി കഴിഞ്ഞാൽ, എനിക്ക് ജോലി ഇല്ലാതെ ആയി കഴിഞ്ഞാൽ ഞാൻ എങ്ങനെ ജീവിക്കും? ഓ വെരി ഗുഡ് സുജിത് സർ, സാലറി 20% സേവ് ചെയ്തത്, ദാറ്റ്സ് എ ഗ്രേറ്റ് നമ്പർ. ഞാൻ 20% പറയാന്ന് വെച്ചാൽ ആരും ആ ഒരു കോൺഷ്യസ്നെസ് ഇല്ലാത്തതുകൊണ്ടാണ് പറയുന്നത്. നോർമൽ ഒരു കണക്ക് എന്ന് വെച്ചാൽ 20% എങ്കിലും നമ്മൾ സേവ് ചെയ്യണമെന്നാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് സ്റ്റാർട്ട് ഫ്രം 10% തുടങ്ങി. അപ്പോൾ 10 to 20% എന്ത് ചെയ്യണം? നിങ്ങൾ സേവ് ചെയ്യണം, അല്ലെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യണം. ഒരു 10% എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യണം. ഞാൻ പറഞ്ഞ മറ്റേ 20% കോമൺ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. 10% നിങ്ങൾക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ റിട്ടയർമെന്റ് ലൈഫിന് വേണ്ടിയിട്ട് നിങ്ങൾ സേവ് ചെയ്യണം. ഇനി ഒരു കാര്യം പറയുന്നതായിരിക്കും നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള. എന്നോട് ഈ ക്ലാസ് കഴിഞ്ഞപ്പോൾ 1-2 പേര് മെസ്സേജ് അയച്ചു, സാർ എന്റെ കയ്യിൽ പൈസ ഇല്ല, പൈസ ഹാപ്പി മണി ഒക്കെ RD സേവ് ചെയ്യുന്നുണ്ട്, വെരി ഗുഡ്. എന്റെ കയ്യിൽ പൈസ ഇല്ല സാറേ, ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യണം? ഞാൻ പറയണേ, നിങ്ങളിൽ പൈസ ഇല്ലാത്ത എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഏറ്റവും ബെസ്റ്റ് ടൂൾ എന്നിട്ടാണ് അറിയാം. നിങ്ങൾക്ക് കാശില്ല എന്ന് തോന്നുന്ന സമയത്ത് ഐ ആം നോട്ട് വർക്കിംഗ് ബട്ട് ലിവിംഗ് വിത്ത് മൈ പാസീവ് ഇൻകം, സക്സസ് ഓഫ് മൈ ഫിനാൻഷ്യൽ പ്ലാൻ. ഗ്രേറ്റ് ബഷീർ സാർ, താങ്ക് യു സോ മച്ച്. ബഷീർ സാറൊക്കെ നമുക്ക് ഭയങ്കര ഒരു റോൾ മോഡലാണ്. ഞാൻ പറഞ്ഞ ഒരു കാര്യം എന്ന് വെച്ചാല്, പൈസ ഇല്ല എന്ന് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഒറ്റ രൂപയിലാന്ന് കഴിച്ചു, നിങ്ങളുടെ സാറ് സാമ്പത്തികമായി ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ഒരു 2% സ്റ്റാർട്ട് ചെയ്യുക. ജനറോസിറ്റി ആയിട്ട് പുറത്ത് ആൾക്കാർക്ക് കൊടുക്കുക. ഇപ്പൊ കയ്യില് 500 രൂപയുള്ളൂ, 100 രൂപ ഉണ്ടെങ്കിൽ 100 രൂപ എടുത്തിട്ട്, പൈസക്ക് നല്ല ടൈറ്റാന്ന് വിചാരിച്ചു, 100 രൂപ നിങ്ങൾക്ക് ഒരിക്കലും തിരിച്ചു തരില്ല എന്ന് ഉറപ്പുള്ള ഒരാൾക്ക് പണം കൊടുക്കുക, ബ്ലസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എല്ലാവരും പൈസ കൊടുക്കുന്നുണ്ട്, നിങ്ങൾ എന്താ ചെയ്യണമെന്ന് വെച്ചാല്, നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ മന്ത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, ഇതിന്റെ 10 ഇരട്ടി എനിക്ക് തിരിച്ചു തരണം. നിങ്ങൾ അയാളോടല്ല പറയണ്ട, ദൈവത്തോട് പറയാം. വളരെ പവർഫുൾ മെത്തേഡാണ്. ഇതിന് ഒരു നല്ലൊരു പുസ്തകമുണ്ട്, വായിക്കാൻ പറ്റിയാൽ വായിക്കാനുള്ള, സീഡ് മണി എന്ന് പറഞ്ഞ ഒരു പുസ്തകമുണ്ട്, സീഡ് മണി. എന്റെ ജീവിതത്തിലെ ഒരുപാട് മാറ്റിമറിച്ചൊരു പുസ്തകമാണ് സീഡ് മണി. ഞാൻ ഈ പുസ്തകം ഈ പുസ്തകം വായിച്ചതിന് ശേഷം എന്റെ ലൈഫിൽ ഫിനാൻഷ്യൽ അബൻഡൻസ് ഇസ് സംതിങ് അമേസിങ്. അതുവരെ ഞാനും ഇങ്ങനെ പരാതിക്കാരനായിരുന്നു, പൈസ ഇല്ല, ഞാൻ എങ്ങനെ അത് കൊടുക്കും ഇത് കൊടുക്കും എന്നൊക്കെയായിരുന്നു ഞാൻ ഇങ്ങനെ ചിന്തിച്ചിരുന്നത്. ഇന്ന് എന്റെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല്, ആ ബുക്ക് വായിച്ചതിന് ശേഷം, കാര്യം 10 times റിട്ടേൺ ഉള്ള വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ല. ഗിവിംഗ് ടു അതേഴ്സ്, ഇഫ് യു ബിലീവ് ഇറ്റ്. ഐ എം ബിലീവിംഗ് ആൻഡ് ഐ എം ഗെറ്റിംഗ് 10 times റിട്ടേൺ. ഞാൻ എല്ലാ മാസവും ശമ്പളം കിട്ടിക്കഴിയുമ്പോൾ, അല്ലെങ്കിൽ എനിക്ക് അതർ സോഴ്സ് ഓഫ് ഇൻകം കിട്ടിക്കഴിയുമ്പോൾ, എൻ്റെ ഒരു ആപ്പ് ഉണ്ട്, ക്യാഷ് സംതിങ് ഒരു ആപ്പ്. ആ ആപ്പില് മന്ത്ലി കീറ്റോയിൽ ഡൊണേഷൻ ചെയ്യാറുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. സോ ഈ ഒരു ആപ്പ് ഉണ്ട്. ഈ ആപ്പിൽ ഞാൻ ഒരു ക്രെഡിറ്റും ഡെബിറ്റ് അക്കൗണ്ടും പോലെ ചെയ്യും. ഞാനിപ്പോ എന്റെ 10%, ഇപ്പം ഫോർ എക്സാമ്പിൾ ഒരു 3000 ആണെങ്കിൽ ഞാൻ 3000 ഇൻകം പോലെ അതിനകത്ത് ഇടും. എന്നിട്ട് എന്റെ മുമ്പിൽ വരുന്ന, അല്ലെങ്കിൽ എനിക്ക് ആ മാസം ചെയ്യുന്ന ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഞാൻ അത് മൈനസ് ആയിട്ട് കാണിക്കും. അപ്പൊ എന്താണെന്നറിയോ, ഇങ്ങനെ 10% കറക്റ്റ് ആയിട്ട്, എന്ന് വെച്ചാൽ വലിയ പണ്ടൊക്കെ ഞാൻ കൊടുക്കുമായിരുന്നു, പക്ഷെ 10% ഒന്നും കൊടുക്കൂലായിരുന്നു. ഞാൻ അതിനകത്ത് ഉടായിപ്പ് കാണിക്കായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ കണക്ക് വെച്ച് കൊടുക്കുന്നത്, കാര്യം വെച്ചാൽ ഈ മാസം ഞാൻ സ്പെൻഡ് ചെയ്തിട്ടില്ലെങ്കിൽ 10% സ്പെൻഡ് ചെയ്തില്ലെങ്കിൽ അടുത്ത മാസം സ്പെൻഡ് ചെയ്യും. ഇപ്പൊ ഈ നവംബർ മാസത്തിൽ ഓൾമോസ്റ്റ് എന്റെ തീർന്നു. കാര്യം ഇവൻ എന്റെ അത്രയും വേണ്ടപ്പെട്ട ഒരു ആള്, ഭയങ്കര റിച്ച് ആണെന്ന് വിചാരിക്കുന്ന മക്കൾ ഗൾഫിലൊക്കെയാണ്, പക്ഷെ
പുള്ളിയൊക്കെ വന്ന് അത്രയും സങ്കടത്തില് വീട്ടിൽ വന്ന് പൈസ ചോദിച്ചു, നമ്മളത് കൊടുത്തു. അപ്പം എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇങ്ങനെ ഞാൻ ചെയ്തു തുടങ്ങിയതിനു ശേഷം പറഞ്ഞാൽ വിശ്വസിക്കില്ല, അക്കൗണ്ടിൽ പൈസ ഇല്ലാതെയോ എന്റെ ഒരു കാര്യത്തിന് പൈസ ഇല്ലാതെ ഇരുന്നിട്ട് അനാവശ്യ ചെലവുകൾ ഒരുപാട് കുറഞ്ഞിട്ടുണ്ട്. എന്നുവെച്ചാൽ വെറുതെ പോണ പൈസകളൊക്കെ കുറഞ്ഞു. പക്ഷെ പൈസ ഇല്ല എന്നുള്ളൊരു ചിന്ത എനിക്കിതിൽ വന്നത്. ഞാൻ പറയുന്നത് ഒരു 10% ഞാൻ പറയും. പക്ഷെ ഈവൻ മുസ്ലിം ഇതനുസരിച്ച് എനിക്ക് തോന്നുന്നു സക്കാത്ത് ഒരു 2.5% സംതിങ് ആണ്. അറ്റ്ലീസ്റ്റ് ഒരു 2% സ്റ്റാർട്ട് ചെയ്യാം. എന്നിട്ട് നിങ്ങൾ മനസ്സിൽ എവിടെയെങ്കിലും ഈ പൈസ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഉള്ളിന്റെ ഉള്ളിൽ പറയാ, ഇതിന്റെ 10 ഇരട്ടി എനിക്ക്, നമുക്ക് ക്ലെയിം ചെയ്യാനുള്ള അവകാശമുണ്ട്. നമ്മൾ കടം കൊടുക്കുന്നത് ദൈവത്തിനാണ്, ദൈവം 10 ഇരട്ടി തിരിച്ചു തരും. അപ്പം ഈ നമുക്കറിയാം, പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഒക്കെ ഒരു ഈ ഗ്രോത്തിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അവരുടെ ഈ ഒരു സക്കാത്ത് പോലുള്ള പരിപാടികളാണ്. അത് കൃത്യമായിട്ട് അത് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നില്ല വേറെ ഒരു കമ്മ്യൂണിറ്റിയും അതുപോലെ കറക്റ്റ് ആയിട്ട് പൈസ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുക്കുന്ന കമ്മ്യൂണിറ്റീസ് കുറവാണ്. അതുപോലെ നമുക്ക് പറയാം, ഈ ശബരിമലയിൽ വരുന്ന കേരളത്തിൽ നിന്നുള്ള അയ്യപ്പന്മാരല്ല, പുറത്തുനിന്നുള്ള അയ്യപ്പന്മാർ, അവർ കൃത്യമായിട്ട് അവരുടെ ഒരു പാർട്ട്ണർ അയ്യപ്പനാണ്. അപ്പൊ അവരെന്ത് ചെയ്യാന്ന് വെച്ചാൽ അവര് ഒരു ബിസിനസ് ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്തിട്ട് ആ ബിസിനസ്സിൽ കിട്ടുന്ന പ്രോഫിറ്റിന്റെ 5%, 3% ഒക്കെ അവര് അയ്യപ്പന് ഒരു പെർസെന്റേജ് കൊടുത്തിട്ടുണ്ട്. ആ പെർസെന്റേജ് കറക്റ്റ് ആയിട്ട് ശബരിമല വരുന്നത്. അതുകൊണ്ട് നമ്മൾ ജീവിച്ചു പോണേ. പക്ഷെ അവർ ആ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതുകൊണ്ടാണ് അവരുടെ ബിസിനസ് അവിടെ ഭയങ്കരമായിട്ട് ഗ്രോ ചെയ്യുന്നത്. അപ്പൊ നമുക്കിപ്പം അമ്പലത്തിൽ കൊടുക്കണമെന്നില്ല, പള്ളി കൊടുക്കണമെന്നില്ല. പക്ഷെ നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾ, നമ്മുടെ ചുറ്റുമുള്ള ആളുകൾക്കൊക്കെ നമ്മൾ പണം കൊടുത്തു കൊടുക്കുമ്പോൾ നമ്മൾ ഗിവ് ആൻഡ് ടേക്ക് എന്നാണ് എപ്പോഴും പറയുന്നത്. നിങ്ങളൊരു വിത്തിട്ട്, അതോടെ സീഡ് മണി പറയുന്നതാണ്. നിങ്ങളൊരു വിത്ത് മണ്ണിലിട്ട് അത് മുളച്ചു വന്ന് അതിൽ നിന്ന് ഒരു വിത്തല്ല കിട്ടുക. നിങ്ങൾക്ക് 10ഉം 50ഉം 100ഉം 200ഉം 300 ഒക്കെ മണികൾ ഉണ്ടാവും. ഒരു മാങ്ങണ്ടി നട്ട് കഴിഞ്ഞാല് ആ മാവുമേന്ന് കിട്ടുന്നത് 10,000 മാങ്ങയായിരിക്കും, ഒരു മാങ്ങയല്ല കിട്ടുന്നത്. അപ്പൊ അതുകൊണ്ട് ഇഫ് യു വാണ്ട് ടു ഗ്രോ യുവർ മണി, ഗീവ് ഫസ്റ്റ്. ആർക്കാണെങ്കിലും അത് കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയും എഴുതി വെക്കുകയും ചെയ്ത് കഴിഞ്ഞാല് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഹ്യൂജ് മണി ആൻഡ് ഇറ്റ് വിൽ ഓൾവേസ് ബ്രിങ് ഹാപ്പി മണി. ഇങ്ങനെ കൊടുത്ത് തിരിച്ചു കിട്ടുന്ന പൈസ ഉണ്ടല്ലോ, എപ്പോഴും ഹാപ്പി മണി ആയിരിക്കും, സന്തോഷം നിറയ്ക്കുന്ന പണമായിരിക്കും. ഈ പണം ഞാൻ പറഞ്ഞല്ലോ, രണ്ടും ഉണ്ട്, ഹാപ്പി മണിയുണ്ട് അൺഹാപ്പി മണിയുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ആരെങ്കിലും പറ്റിച്ചിടുന്ന പൈസയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും രീതിയിലൊക്കെ സമ്പാദിക്കുന്ന പൈസ നമുക്ക് ഒരിക്കലും മനസ്സമാനം തരില്ല. അപ്പം കഴിഞ്ഞ ദിവസം ക്ലാസ്സുകളൊക്കെ പറഞ്ഞ പോലെ തന്നെ പലരും എക്സ്പീരിയൻസ് ഷെയർ ചെയ്തല്ലോ, ഇങ്ങനെ കൈക്കൂലിയൊക്കെ വാങ്ങുന്ന ആൾക്കാർ. അതുകൊണ്ട് ഒരിക്കലും ജീവിതത്തിൽ സമാധാനം ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ നമ്മൾ ഒരിക്കലും ഈ പറഞ്ഞ പോലെ പണത്തെ നല്ല ഹാപ്പി ആയിട്ടുള്ള മണി കിട്ടണമെങ്കിൽ യു സ്റ്റാർട്ടിങ് ഇൻവെസ്റ്റിംഗ് ഫസ്റ്റ്. അപ്പൊ നമ്മൾ ഇന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങളാണ് ഞാനെല്ലാം കുറച്ചും കൂടി തീർക്കുന്നുണ്ടായിരുന്നു. പക്ഷെ രണ്ട് കാര്യങ്ങളാണ് ബേസിക്കലി നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ചെയ്യുന്നത്. ഇനി മുതൽ നമ്മൾ കൊടുക്കുന്ന ഓരോ പണവും താങ്ക് യു പറഞ്ഞു കൊടുക്കുക. കിട്ടുമ്പോഴും താങ്ക് യു പറയാം. ഏറ്റവും ബെസ്റ്റ് കൊടുക്കുമ്പോഴും കിട്ടുമ്പോഴും ഒക്കെ അരികാത്തോ എന്ന് പറയാം. നമ്മുടെ അരികത്ത് പണം വന്നതിനും അരികത്തുള്ള ആൾക്ക് കൊടുത്തതിനൊക്കെ നമ്മൾ താങ്ക് യു പറയാം. അത് ബില്ലാണെങ്കിലും ഫൈൻ ആണെങ്കിലും എന്താണെങ്കിലും നിങ്ങൾ കൊടുക്കുമ്പോൾ താങ്ക് യു പറഞ്ഞു കൊടുക്കുക, ബ്ലസ് ചെയ്ത് കൊടുക്കുക. ഈ പണം പോയി ഒരുപാട് പേർക്ക് ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കട്ടെ, ഷെൽട്ടർ ഇല്ലാത്തവർക്ക് ഷെൽട്ടർ കൊടുക്കട്ടെ. അങ്ങനെ ഒരുപാട് ആളുകളെ അനുഗ്രഹിച്ച് ഈ പണം എന്നിലേക്ക് തന്നെ തിരിച്ചു വരട്ടെ എന്ന് വന്ന് കൊടുക്കുക. രണ്ട്, ഇൻവെസ്റ്റ് ഫസ്റ്റ് ബിഫോർ യു സ്പെൻഡ്. യു ഹാവ് ടു ബി ഇൻ എ റിച്ച് നേച്ചർ. നമ്മള് പണം കൈ കിട്ടി ആദ്യം തന്നെ പാൽക്കാരനും മറ്റവർക്കും കൊടുക്കുന്നതിന് മുമ്പ് തന്നെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വയ്ക്കുക. ഇനിയിപ്പോ ബാങ്കിൽ കൊണ്ടിടാൻ പറ്റില്ല, ഒരു ചെപ്പ് എടുത്തിട്ട് അതിനകത്ത് പൈസ മാറ്റി വയ്ക്കാം. നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വരും, ഓക്കെ ഐ ഇൻവെസ്റ്റഡ് സംതിങ്. ദെൻ 10% പറ്റുവാണെങ്കിൽ, അല്ലെങ്കിൽ 2% സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾ ആളുകൾക്ക് കൊടുത്തു തുടങ്ങുക. അതും നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. 10 ടൈംസ് റിട്ടേൺ നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാം. തീർച്ചയായിട്ടും ആ പൈസ നിങ്ങളിലേക്ക് വരും. ഹാപ്പി മണി നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവും. അപ്പം ഒരിക്കൽ കൂടെ എല്ലാവർക്കും ഒരുപാട് നന്ദി. എനിക്ക് തോന്നുന്നു ഒരു പാട്ടും കൂടി ഞാൻ ഇതിന്റെ ഒരു എടുക്കാമെന്ന് വിചാരിക്കുന്നു. സോ താങ്ക് യു സോ മച്ച്. ഓവർ ടു യു മുഫീദ. ഓക്കെ, താങ്ക് യു ഓസ്റ്റിൻ സർ, താങ്ക് യു സോ മച്ച്. നല്ലൊരു സെഷൻ തന്നെയാണ് എടുത്തിട്ടുള്ളത്. പാർട്ട് 2 കൊണ്ടും അവസാനിച്ചിട്ടില്ല. അപ്പോൾ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഇനി നിങ്ങളുടെ ടൈമാണ്. നിങ്ങൾക്ക് അൺമ്യൂട്ട് ചെയ്ത് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കാം. അതല്ല ഇനി എന്തെങ്കിലും സാറെടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഇതിലൊരു പുതിയ വ്യക്തി ഉണ്ട് കേട്ടോ മോളെ, ഷീജ. ഷിബിജ.
മാജിക് മോർണിംഗ്. ഷിജ മാം ഒന്ന് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാമോ ഷിജ മാം? ഹലോ. വരും. റസാഖ് സാർ എന്തോ പറയുന്നു. ഞാന് ക്ലാസ് എല്ലാവരും കേട്ടോന്ന് അറിയാൻ വേണ്ടി ചോദിച്ചാണ്. പണത്തിന്റെ ക്ലാസ് ചോദിക്കാനുള്ള കാരണം എന്താ പറയുക, നമ്മളൊരു പ്രോഗ്രാം വെക്കുന്നുണ്ട്. അതിന്റെ ഡേറ്റ് ഫിക്സ് ആയിട്ടില്ല, ഏകദേശം ഫിക്സ് ആകും. അപ്പോ ചെറിയൊരു പൈസ അതിലേക്ക് ആവശ്യം വരും. ഇല്ല, ഒരു 2000-3000 ഒക്കെ വരുള്ളൂ. ഇല്ലേ സിന്ധു മാം? അവള് മീറ്റപ്പ് വെക്കുന്നുണ്ട്. അവര് മീറ്റപ്പ് വെക്കുന്നുണ്ട്. അപ്പൊ ആ മീറ്റപ്പിലേക്ക് എല്ലാവരും പൈസ അടക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിച്ച് ചേരാം. കാരണം എല്ലാവരും ഇപ്പൊ പേഴ്സന്റെ ക്ലാസ് ഒക്കെ കേട്ട് ഉഷാറായിട്ട് നിൽക്കണം. അപ്പൊ 2000 പറഞ്ഞത് അതുകൊണ്ടാണ്. അപ്പൊ 200 ഒക്കെ വരുള്ളൂ. ഇന്നിന്റെ 2000 പറഞ്ഞതാണ്. എന്തായാലും നല്ലൊരു ക്ലാസ് ആയിട്ട്, നീ പൈസ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും താങ്ക് യു പറയണം എന്നുള്ളതൊക്കെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട്. നമ്മളത് പ്രാക്ടീസ് ചെയ്യുന്നവരുമാണ് പലപ്പോഴും. കാരണം ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറയാറുണ്ട് അല്ലെ, ഗ്രാറ്റിറ്റ്യൂഡ് രേഖപ്പെടുത്തുമ്പോൾ നമ്മൾ പൈസ 100 രൂപ കൊടുത്തു, 80 രൂപയുടെ ഭക്ഷണം കഴിച്ചു, ബാക്കി 20 രൂപ നമുക്ക് അവകാശപ്പെട്ട സ്വത്താണ്. 80 രൂപയുടെ ഭക്ഷണം കഴിച്ച് 100 രൂപ കൊടുത്താൽ 20 രൂപ അവകാശപ്പെട്ട സ്വത്താണല്ലോ. അത് കിട്ടുമ്പോൾ നമുക്ക് താങ്ക് യു എന്ന് പറയണം എന്ന് ഗ്രാറ്റിറ്റ്യൂഡിന്റെ ക്ലാസ്സിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു ക്ലാസ് ആയിരുന്നു സാറ്. താങ്ക് യു. ഓക്കെ, താങ്ക് യു. മാജിക് മോർണിംഗ് സാർ. സാറേ എന്തായാലും ഒരു നല്ലൊരു വണ്ടർഫുൾ ക്ലാസ്. എന്തായാലും സാറ് ക്ലാസ് എല്ലാപ്പോഴും വണ്ടർഫുൾ ആണ്, ഒന്നും പറയാനില്ല. പിന്നെന്ന് വെച്ചാല് ഈ പെർസെന്റേജിന്റെ കണക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ മ്യൂച്വൽ ഫണ്ടാണ് കൂടുതൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ സ്റ്റോക്കിന്റെ ETF-കൾ, മിഡ് ക്യാപ് ബീസിന്റെ ETF-കളാണ്. സ്റ്റോക്സിൽ ഡയറക്റ്റ് ആയിട്ട് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യാറില്ല, ഞാൻ ട്രേഡാണ് ചെയ്യാറുള്ളത്. ട്രേഡിൽ അങ്ങനെ ലാഭത്തേക്ക് അങ്ങനെ വരുന്നേ ഉള്ളൂ. കാര്യം അത് ഒരുപാട് പഠിച്ചിട്ട് ചെയ്യേണ്ടതാണ്. ഇൻവെസ്റ്റ്മെന്റ് നമുക്ക് കണ്ണും പൂട്ടി ചെയ്യാവുന്ന സംഭവമാണ്. അപ്പോ പക്ഷെ ഞാനും എന്റെ വൈഫിന് രണ്ടുപേരും സാലറി കമ്പയർ ചെയ്യുമ്പോൾ ആക്ച്വലി ഞാൻ ഒരു സമയങ്ങളിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യായിരുന്നു. പക്ഷെ കുറച്ച് നമ്മൾ മാർക്കറ്റിലെ ഗ്രോത്ത് ഒക്കെ കിട്ടുന്ന സമയത്ത് ആ സമയത്ത് എന്ത് ചെയ്യും, എടുത്തിട്ട് അത് അറിയില്ല ആക്ച്വലി ഇൻവെസ്റ്റ്മെന്റിന്റെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ള ആ സമയത്ത് അറിയുന്നില്ല. അപ്പൊ മൊത്തത്തിലും എടുത്തു. പിന്നെ അതായത് മാർക്കറ്റ് ഒരു സമയത്ത് ഒരു യുദ്ധത്തിന്റെ സമയത്ത് ഇതായല്ലോ, കഴിഞ്ഞ ഉക്രൈൻ വാറിന്റെ സമയത്ത്. അപ്പൊ മാർക്കറ്റ് ഡൗണിൽ പോകുന്ന പേടി കണ്ടപ്പോ നമ്മള് പിന്നെ ആക്ച്വലി അതിലേക്ക് കൂടെ പഠിച്ചിട്ട് അങ്ങനെയുള്ള സംഭവം യഥാർത്ഥത്തിൽ ഇതൊരു നമ്മളെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ചുള്ള ഒരു ഇതാണ്, നല്ലൊരു കാര്യമാണ്. മീൻസ് ഡൗൺ ആവുന്നത്. കാരണം കൂടുതൽ നമുക്ക് യൂണിറ്റ്സ്, നമുക്ക് മ്യൂച്വൽ ഫണ്ട് ആണെങ്കിൽ കൂടുതൽ യൂണിറ്റ്സ് നമുക്ക് കിട്ടും. അതാണ്. അപ്പൊ നമ്മള് ഇപ്പോൾ മാർക്കറ്റ് ഡൗണിൽ തന്നെയാണ്. അപ്പോ എന്തായാലും നമ്മൾ കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ്. എല്ലാ കാര്യം വെച്ചാൽ നമ്മളൊരു 20 yearsന്റെ അല്ലെങ്കിൽ ഒരു 10 yearsന്റെ എങ്കിലും ഒരു പെർസ്പെക്റ്റീവിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് മുന്നേ. അപ്പൊ അതുകൊണ്ട് ഞാൻ എന്തായാലും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കൂടുതൽ നമ്മള് കാര്യം വെച്ചാൽ അത് നമുക്ക് പോർട്ട്ഫോളിയോ ഇങ്ങനെ കാണുന്ന സമയത്ത് ഭയങ്കര സന്തോഷമാണ്. അപ്പൊ അവൻ നമ്മൾ റിച്ച് ആണെന്നുള്ളൊരു ഫീല്, അതായത് ആ ഒരു ആപ്പിനകത്ത് നമ്മുടെ പോർട്ട്ഫോളിയോ എത്ര പെർസെന്റേജ് അപ്പാണ്, അത് കാണുന്ന സമയത്ത് നമുക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ട്. അത് എടുക്കാൻ പാടില്ല, അങ്ങനെ കീപ്പ് ഓൺ ഇൻവെസ്റ്റിംഗ്. എന്തായാലും അത് ആ സമയത്ത് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്യുന്നു. എനിവേ വീണ്ടും ഈ കാര്യങ്ങൾ അറിയുന്ന കാര്യങ്ങളാണെങ്കിലും വീണ്ടും നമ്മൾ ഇത് കേൾക്കുന്ന സമയത്ത് വലിയൊരു പോസിറ്റീവ് എനർജി. പിന്നെ ഞാൻ ഈ പാവങ്ങളെ സഹായിക്കുന്ന കേസുകൾ സത്യം പറഞ്ഞാൽ നമ്മള് അങ്ങനെ പറയുന്നത് ശരിയല്ല പറയും. അപ്പൊ ഞാനിങ്ങനെ ഈ ഇതുണ്ടല്ലോ, നമുക്ക് യൂണിസെഫ് അങ്ങനെ ഒരു സംഘടനകളുണ്ട് കുറെ, അവർക്ക് അതുവഴി നമുക്ക് ചെറിയ ഇത്ര എമൗണ്ട് ആണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാം. നമുക്ക് പിന്നെ കീറ്റോ അങ്ങനെ ഈ ചികിത്സാ ചെലവുകൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ പക്ഷെ കുറെ കഴിയുമ്പോൾ സാർ അത് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്തോണ്ടിരിക്കും. അതൊരു എന്താ പറയാ, കുറെ. പക്ഷെ നമ്മൾ ആ സമയത്തും ഞാൻ കൊടുക്കാറുണ്ട്. നമുക്ക് ആ കൊടുക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു എന്താ പറയാ, കൊടുക്കുന്ന സമയത്തും അവരതുകൊണ്ട് നന്നാവട്ടെ എന്നുള്ളൊരു ഫീലിൽ തന്നെ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് എന്താണെങ്കിലും നല്ലൊരു ആ ചെയ്യുന്നതൊരു ഇമ്പോർട്ടൻസ് നമുക്ക് മനസ്സിലായി. താങ്ക് യു സാറേ. ഇപ്പോഴും ഞാൻ കുറച്ച് നാളേക്ക് യൂണിസെഫിന് കൊടുത്തു. പിന്നെ എനിക്ക് തോന്നി ഇവന്മാരിത് ഈ പറഞ്ഞ പോലെ ഭയങ്കര വല്ലാതെ ഇങ്ങനെ ഫോളോ അപ്പും കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവർ ഇതുകൊണ്ട് എന്തൊക്കെയോ ബെനിഫിറ്റ് ഉണ്ടാക്കണം എന്നുള്ളൊരു ചിന്ത വന്നോളി. അപ്പൊ നമ്മളിപ്പോ ചെയ്യുന്നതെന്ന് വെച്ചാല്
നമ്മളെ തൊട്ടടുത്തുള്ളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഒക്കെ വരും. ഉം. നമ്മൾ അങ്ങനെ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ കഴിഞ്ഞ ദിവസം ഞാനൊരു പൈസ കൊടുത്തതിന് വെച്ചാല് പറയാൻ വേണ്ടിട്ടല്ല എങ്കിൽ പോലും എന്റെ സ്ഥാപനത്തിൽ ഒരു കുട്ടീനെ ഞാൻ നോക്കുമ്പോ 2 പ്രാവശ്യം ഈ പൈസ കൊടുത്ത ആൾക്കാരുണ്ടല്ലോ, അവര് മേടിക്കാൻ വേണ്ടി വന്നേക്കാണ്. അപ്പൊ ചോദിച്ചു ഇങ്ങനെ ഈ കൊച്ചാകെ കരഞ്ഞ് വിഷമിച്ചിരിക്കാം. അപ്പൊ ഒരു പ്രാവശ്യം വന്നു പറഞ്ഞു. അപ്പൊ ആ സമയത്ത് ഞാൻ ഓഫീസിലുണ്ടായില്ല. രണ്ടാമത്തെ പ്രാവശ്യം ഇവര് ഈ ക്യാമ്പസിനകത്ത് വന്നു കഴിഞ്ഞ സമയത്ത് ഞാൻ ആ സമയത്തുണ്ട്. ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഈ പരിപാടി നടക്കൂല, നിങ്ങൾക്ക് പൈസ കൊടുക്കണമെങ്കിൽ നിങ്ങൾ പുറത്ത് മേടിക്കാം, ഇത് ശരിയാവില്ല. അപ്പൊ 3 ആൾക്കാരാ വന്നിരിക്കുന്നത്. അത് കഴിഞ്ഞ് പേഴ്സണലി അവരുടെ ടീച്ചർ ത്രൂ ഞാൻ ആ കൊച്ചിനോട് സംസാരിച്ചപ്പോൾ പറഞ്ഞു വെച്ചാൽ, ഞാൻ സംസാരിച്ചില്ല കുട്ടിയോട് നേരിട്ട്, 2500 രൂപയാണ് അടവ് മുടങ്ങിയിട്ടുള്ളൂ, പക്ഷെ അവരിങ്ങനെ ഈ 2500 രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ശല്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഞാൻ പിന്നെ നമുക്കും സങ്കടമായി. ഒരു പിന്നെ ഹസ്ബൻഡ് ഉണ്ട്, അയാൾ ഭയങ്കര മുതുകുടിയനാണ്, അയാള് പൈസ കൊടുക്കൂല. അപ്പൊ വീടിന്റെ ആവശ്യത്തിന് വേണ്ടി എടുത്താണ്, പക്ഷെ കൊടുക്കൂല. ഈ പെൺകുട്ടിയാണ് ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്റെ സ്റ്റാഫിനോട് പറഞ്ഞു, 2500 അല്ല ഞാൻ കൊടുത്തോളാം, നിങ്ങൾ എന്റെ പേര് പറയണ്ട, ജസ്റ്റ് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കൊടുക്കുന്ന പോലെ കൊടുത്തോളാം പറഞ്ഞു. അപ്പൊ ആ പൈസ ആ കൊച്ചിന് അറിയില്ല ഞാനാ കൊടുത്തിരുന്നത്. പക്ഷെ ആ പണം കൊടുത്തു, ആ കൊച്ചത് അവിടെ അടച്ചു. പിറ്റേ ദിവസം ഈ ടീച്ചർ ക്ലാസ്സിൽ വന്നില്ല. അതിന്റെ പിറ്റേ ദിവസം ക്ലാസ്സിൽ വന്നപ്പോ ഓടി വന്ന് വെയിറ്റ് ചെയ്തിരിക്കുക കൊച്ചി ഈ ടീച്ചറെ കാണാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പറഞ്ഞു, ടീച്ചർ ഞാൻ എന്തെല്ലാം വരാൻ, ടീച്ചർ എന്തായാലും ക്ലാസ്സിൽ വരണം. സങ്കടമൊക്കെ ആയിട്ട് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുത്ത്, എന്ന് വെച്ചാൽ അത്രയും വിഷമിച്ചിരിക്കായിരുന്നു ആ കൊച്ചു. കാര്യം നാട്ടിൽ ഇവര് വീട്ടിലും പോകും, വീട്ടിൽ പോയിട്ട് ഇവിടെ കാത്തിരിക്കും ഈ 2500 രൂപയ്ക്ക് വേണ്ടിയിട്ട്. അപ്പം എനിക്ക് മനസ്സിലായില്ല അത് എന്തുകൊണ്ട് ഇങ്ങനെ റിലേറ്റ് 2500 രൂപയ്ക്ക് വേണ്ടി ഇത്രയും ഫോളോ അപ്പ് ചെയ്യുന്ന ഒരു ഫിനാൻസ്. കാര്യം ഈ ചെറിയ ഫിനാൻസ് ഒക്കെ ആയിരിക്കും ഈ സ്മോൾ ഫിനാൻസ് പോലുള്ള ആൾക്കാരാ. അപ്പം ഞാൻ പറഞ്ഞ അത് കിട്ടുമ്പോൾ ഒരു ഹാപ്പിനെസ് ഉണ്ട്. കാര്യം ഞാനാണ് അതിന്റെ പിന്നിലെന്ന് അറിയില്ലെങ്കിൽ പോലും അത് നമുക്ക് കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് അങ്ങനെ നീഡിയായിട്ട്, അതായത് തെണ്ടാൻ പറ്റൂല എന്നാ വലിയ ആവശ്യങ്ങളുള്ള ആൾക്കാരൊക്കെ കണ്ടെത്തും, നമ്മുടെ ഉള്ളിലേക്ക് വരും. അപ്പൊ അങ്ങനെ ചെയ്യാൻ പറ്റിയ കുറച്ചുകൂടെ നല്ലതായിരിക്കും. Thank you, Sujit sir. Thanks so much for your experience. Thank you, sir. Okay, thank you, Sujit sir. Question, sir. ബഷീർ സാർ നമസ്കാരം. ഫൈനാൻഷ്യൽ ഫ്രീഡം, ഫൈനാൻഷ്യൽ യെസ്, സേവ് ചെയ്യണം. ഞാൻ പറയും ബാച്ചിലേഴ്സ് ഒക്കെ 30% സേവ് ചെയ്യണം. കാരണം അവർക്ക് വേറെ ചെലവില്ലല്ലോ. ബാച്ചിലർ ടൈമിലാണ് നല്ലോണം സേവ് ചെയ്യാൻ പറ്റുക. എന്നാൽ നമുക്കൊരു 40-45 വയസ്സിൽ റിട്ടയർഡ് ആയിട്ട് നമുക്ക് ഇഷ്ടമുള്ള പണിയെടുക്കാം. സത്യം. ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് ഇഷ്ടപ്പെടാത്ത പണി കഷ്ടപ്പെട്ടിട്ട് ചെയ്യാം. അതിൽ നിന്ന് നമ്മൾ ഫ്രീ ആവും. നമ്മൾ ജസ്റ്റ് ഒരു യങ് ഏജിൽ ഒരു 30-40 ഒക്കെ സേവ് ചെയ്ത എത്രയോ ആൾക്കാർ ഇന്ന്. ഞാനൊക്കെ ഇപ്പോൾ സത്യത്തിൽ എനിക്ക് ഇഷ്ടം പോലെ ഫ്രീ ടൈം ഉണ്ട്. ആ സമയം മുഴുവൻ ഞാൻ ചാരിറ്റിക്കാ ചെലവഴിക്കുന്നത്. ഇപ്പൊ ഞാൻ ഇറങ്ങാൻ പോവാ വയനാട് മുണ്ടക്കയിലേക്ക്. അപ്പൊ നമുക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്നുണ്ട് പ്രവർത്തിക്കാൻ. കാരണം ഒന്നാമത് നമ്മൾ ഫൈനാൻഷ്യൽ ഫ്രീഡം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാല് ഓൾമോസ്റ്റ് ഒരു 70% പ്രോബ്ലം തീർന്ന്. പിന്നെ ഹെൽത്ത് നോക്കിയാൽ മതി. നല്ലൊരു ക്ലാസ് ആയിരുന്നു സർ. ഇതില് റിച്ച് ഡാഡ് പുവർ ഡാഡ് എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്. അതൊക്കെ വായിച്ചിരിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു സാധാരണക്കാരന് എങ്ങനെ മണി കൺട്രോൾ ചെയ്യാൻ പറ്റും എന്നുള്ള നല്ലൊരു മാനേജ്മെന്റിന്റെ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് നല്ലൊരു ബുക്കാണ്. ഞാൻ ഇപ്പൊ വായിച്ചോണ്ടിരിക്കുന്ന ബുക്ക് അതാ. സുജിത്ത്, ട്രേഡിംഗിൽ സെബി പറഞ്ഞ് 95% ഈസ് ഇൻ ലോസ് എന്നാ. അതെ സാർ, അതെ. അപ്പം സുജിത്ത് മാക്സിമം 10% ആവാൻ വേണ്ടി ശ്രമത്തിലാണ്. അങ്ങനെ അതാണിപ്പോ കേരളത്തിൽ നടക്കുന്നത്. 24,000 crores ആണ് കേരളത്തിലെ ജനങ്ങൾ കഴിഞ്ഞ വർഷം ലോട്ടറിക്ക് ചെലവാക്കിയത്. 24,000 കോടി റുപ്യ. അത് വേറെ എന്തെങ്കിലും ഒരു നല്ലൊരു ഇതിലേക്ക് ചെയ്യായിരുന്നെങ്കിൽ, അതായത് ഇന്ന് കോടീശ്വരനാവും നിങ്ങളങ്ങനെ പ്രതീക്ഷ ഇങ്ങനെ വെച്ച് നിങ്ങളെ പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നേരെ വെച്ചാൽ ആ പൈസ മാസം ഒരു 500 രൂപ SIP ചെയ്ത് ഒരു മ്യൂച്വൽ ഫണ്ടിൽ ഇടുകയാണെങ്കിൽ ഓൾറെഡി SIP മ്യൂച്വൽ ഫണ്ടും സ്റ്റോക്ക് ഇൻവെസ്റ്റ്മെന്റ് എല്ലാം ഉണ്ട്. അതിന്റെ ചെറിയൊരു അംശം മാത്രമേ ട്രേഡിംഗിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന പൈസ പറഞ്ഞാൽ വളരെ ചെറിയൊരു പൈസ നഷ്ടപ്പെടുന്നുള്ളൂ കേട്ടോ. അതുകൊണ്ട് ലോട്ടറി എടുക്കാറില്ല. അതെ, ശരിയാണ്. ലോട്ടറി എടുക്കാറില്ല. ഡെയിലി 100-300 രൂപയ്ക്കും ലോട്ടറി എടുക്കുന്ന ആൾക്കാരുണ്ട്. ആ പൈസ സാർ പറഞ്ഞ കറക്റ്റ് ആണ്. ഒരു 20 ദിവസം 300 രൂപ വെച്ചെടുത്ത് ഞാൻ 6,000 രൂപ SIP ഇൻവെസ്റ്റ് ചെയ്ത ഈ പറഞ്ഞ പോലെ കോടീശ്വരനാവാം. 6,000 രൂപയ്ക്ക് വലിയ എമൗണ്ടാ SIP ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ. അതെ. പിന്നെ 20% ഗ്രോത്ത് കിട്ടും സാർ. അതായത് ഒരു ലോങ് ടേമിലേക്ക് നോക്കുമ്പോൾ ലോങ് ടൈമിൽ വരുമ്പോൾ
അതിനെന്താ സാർ, നമ്മളെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ് സാർ. ഫൈനാൻസിനെ പറ്റിയിട്ട് ഒരു ക്ലാസ്സും എടുക്കുന്നില്ല. വിദ്യാഭ്യാസത്തിൽ ആകെ ബ്രസീലിന്റെ തലസ്ഥാനം, അർജന്റീനന്റെ മറ്റതും പറഞ്ഞു സത്യം. നമ്മളെ കാണാൻ. അതേപോലെ ലൈഫിൽ വേണ്ട ലൈഫ് സ്കില്ല് വർദ്ധിപ്പിക്കാനുള്ള ഒരു പീരീഡ് വരെ വെക്കുന്നില്ല. ജസ്റ്റ് ഒരു 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 ഇതുണ്ടല്ലോ, മറ്റേ BLS ലൈഫ് സേവിങ് അങ്ങനെയുള്ള BLS മറ്റേത് ബേസിക് ലൈഫ് സപ്പോർട്ട്. ബേസിക് ലൈഫ് സപ്പോർട്ട് അങ്ങനെയുള്ള കുറെ ഫസ്റ്റ് എയ്ഡ് ക്ലാസ്സുകൾ, ട്രാഫിക് അവയർനെസ്. ഇന്നിപ്പോ കുട്ടികൾക്ക് 4 വരാൻ വന്നിക്കാണെങ്കിൽ എങ്ങനെയാ ക്രോസ് ചെയ്യേണ്ടത്, അവിടാണ് ക്രോസ് ചെയ്യേണ്ടത്, മറ്റൊരു ക്രോസ്, എന്നിട്ട് ഈ ക്രോസ് ചെയ്യുന്ന സ്ഥലം വെച്ചിട്ട് അവിടുന്ന് ഒരു 10 മീറ്റർ അപ്പുറം ചെന്നിട്ട് ക്രോസ് ചെയ്യുക. എന്നാൽ ഇവന് ശരിക്കുള്ള അവയർനെസ്, ട്രാഫിക് അവയർനെസ് സ്കൂളിൽ കൊടുത്തിട്ടില്ല. അതേമാതിരി ഫൈനാൻസ് കൊടുത്തിട്ടില്ല. വീട്ടിലെ ഒരു വയസ്സായ ഒരാളെ എങ്ങനെ മാനേജ് ചെയ്യണം, അയാൾ കിടക്കുമെന്ന് അയാൾ എങ്ങനെ എണീപ്പിക്കണം, അയാളെ കാര്യങ്ങൾ ചെയ്യാൻ, അതൊക്കെ സ്കൂളിൽ ശരിക്ക് ഒരു ഇതായിട്ട് കൊടുക്കുകയായിരുന്നെങ്കിൽ കുറെയൊക്കെ ലൈഫില് മുന്നോട്ട്. പക്ഷെ വിദ്യാഭ്യാസം എങ്ങനെ ആയിപ്പോയി, പിന്നെ പുറത്തുനിന്ന് കിട്ടിയ വല്ലതും കിട്ടി, അത്രേ ഉള്ളൂ. ഇറ്റ് വാസ് എ ഗുഡ് ക്ലാസ്. ഞാൻ പോവാൻ ആളെ വിളിച്ചുകൊണ്ട്. താങ്ക് യു സർ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. ഓക്കെ. Okay, thank you, Bashir sir. Thank you so much. ഷീജ, ഹലോ. ഓക്കെ മാം, ഒന്ന് ചെയ്യാവോ? ഞാൻ ഇന്നാ തുടങ്ങിയത്. ഇൻട്രൊഡ്യൂസ് ചെയ്തോളൂ മാം. മാമിന്റെ പേര് എവിടെയാണ്, പ്ലേസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ? ഞങ്ങള് ഇല്ല, ഹൗസ് വൈഫാണ്. ഷീജ, ആന്ധ്രാപ്രദേശില് വിശാഖപട്ടണം. അതെ, ഓക്കെ. നാട്ടിൽ അവിടെ തന്നെയാണോ? ഇവിടെയാണ് സെറ്റിൽഡ്. അതെ, നാട്ടില് മലപ്പുറത്ത് പൊന്നാനിയാണ്. പക്ഷെ ഇപ്പൊ ഞങ്ങള് താമസിക്കുന്നത് നാട്ടില് വിശാഖപട്ടണം പോയ തൃശ്ശൂര്. ഞങ്ങൾക്ക് ഫ്ലാറ്റ് ഉണ്ട്, തൃശ്ശൂരാണ്. അതെ, ഓക്കെ. താങ്ക് യു മാം. ഇനിയും ഫീഡ്ബാക്ക് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്യാം, നമ്മുടെ സെഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം. ദെൻ നിങ്ങളുടെ ഫീഡ്ബാക്ക് പറയാൻ വേണ്ടുന്ന സമയത്ത് അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ റെഡി ആവാം. ഓക്കെ, താങ്ക് യു ഷീജ മാം. താങ്ക് യു. എന്റെ നൈബറാണ് കേട്ടാ സിന്ധു മാം. ഓക്കെ, സിന്ധു മാം. ഓസ്റ്റിൻ സാർ, നല്ലൊരു ക്ലാസ് ആയിരുന്നു. സാറ് പറഞ്ഞതുപോലെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ അവര് പിന്നെ സക്കാത്ത് കൊടുക്കണം, അത് നല്ലൊരു കാര്യാട്ടാ. കാരണം എന്റെ അംഗൻവാടിയില് മൊത്തം മുസ്ലിം കമ്മ്യൂണിറ്റിയാണ്. ഒരാളാണ് സക്കാത്ത് കൊടുക്കുക. മൂപ്പര് എല്ലാ കൊല്ലവും ഞങ്ങൾക്കത് തരാറുണ്ട്. കഴിഞ്ഞതിന്റെ മുന്നത്തെ വർഷം എനിക്ക് തന്നത് വലിയൊരു അനുഭവമാണ്. കാരണം ഞാനൊരാൾക്കൊരു 50 രൂപ ധർമ്മമായിട്ട് കൊടുത്തപ്പോ എനിക്കൊരു 450ന്റെ നോട്ട് അന്ന് തന്നെ എന്റെ കയ്യിലേക്ക് എത്തി, സക്കാത്ത് പൈസ. കാരണം സാറ് പറയണ പോലെ നമ്മളൊരാൾക്ക് കടം കൊടുക്കുകയാണെങ്കിലും അല്ലെങ്കിൽ നമ്മൾ ദാനം കൊടുക്കുകയാണെങ്കിലും നമ്മളത് മനസ്സറിഞ്ഞ് സന്തോഷത്തോടുകൂടി ചെയ്യുകയാണെങ്കിൽ അതിന്റെ 4 ഇരട്ടി നമുക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ്. തന്നെ അനുഭവം കൊണ്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ ഡ്രസ്സുകൾ, ഒരു കാലത്ത് അംഗൻവാടിയിലൊക്കെ എനിക്ക് ആദ്യമായിട്ട് ജോലി കിട്ടുന്ന, ജോലിക്ക് നാളെ അല്ലെങ്കിൽ ഒരാഴ്ചക്കുള്ളിൽ കയറണം എന്ന് പറയുന്ന ആ സമയത്തൊക്കെ ഒന്നുമില്ലാത്ത അവസ്ഥ, ഒരു സാരി പോലും എടുക്കാനില്ലാത്ത അവസ്ഥ. അതൊന്നൊക്കെ റിക്കവറായി ഇപ്പോ ഇഷ്ടം പോലെ ഡ്രസ്സുകളായി വെക്കുമ്പോ ഇപ്പൊ ഞാൻ ധർമ്മം ചെയ്യാറുണ്ട്. കാരണം നമ്മൾ ഒരു കുറി അനുഭവിച്ചതൊക്കെ നമുക്ക് ഓർമ്മയിലുണ്ട്. എന്നും നമ്മള് പഴങ്കഥകൾ പറഞ്ഞാലും നമ്മളൊന്ന് എപ്പോഴെങ്കിലും ഒക്കെ ഓർക്കണം നല്ലതാണ്. കാരണം മറ്റുള്ളവരോട് എന്തെങ്കിലും ഇല്ല എന്ന് പറയുമ്പോഴും നമ്മൾ കൊടുക്കാൻ മനസ്സ് കാണിക്കാത്തവരൊക്കെ നമ്മൾ വന്നുപോയ വഴികളൊക്കെ ഒന്ന് ഓർക്കണം നല്ലത് തന്നെയാണ്. നല്ല ക്ലാസ് ആയിരുന്നു സാറേ. എത്ര കേട്ടാലും മതിയാവാത്ത ക്ലാസ്. കഴിഞ്ഞ ക്ലാസ്സിന്റെ റിപ്പീറ്റ് ആണെങ്കിലും നല്ല രസമുള്ള ക്ലാസ് ആയിരുന്നു. നമുക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി. പക്ഷെ എന്തൊക്കെയൊക്കെ വന്ന ഒരു അബദ്ധം എന്ന് പറഞ്ഞാൽ 10-17 വർഷമായി അംഗൻവാടി ജോലി ചെയ്യുന്നത്, ഒരു 100 രൂപ പോലും ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതാണ്. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഒരു വർഷം തൊട്ട് കഴിഞ്ഞ വർഷം മുതൽക്ക് ഞാൻ കുറികളും RD ഇതൊക്കെ ചേരാൻ തുടങ്ങി. ചെലവുകളൊക്കെ ഒന്ന് ചുരുക്കി നമ്മളെ കാര്യങ്ങൾ നോക്കാൻ തുടങ്ങിയപ്പോ നമുക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ട്. എന്നാലും ചിലപ്പോ രണ്ടറ്റം കൂട്ടിക്കാൻ ചിലപ്പോ എവിടുന്നേലൊക്കെ ഒന്ന് കടം മേടിക്കേണ്ട അവസ്ഥ വരാറുണ്ട്. അതാ പറയണ ദിവസങ്ങളിൽ കൊടുക്കാൻ പറ്റാറുണ്ട്. ഇതിനൊക്കെ ഞാൻ ദൈവത്തിനോട് നന്ദി പറയാണ്. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്കൊന്നും പോവാണ്ട് നല്ല രീതിയിൽ ജീവിച്ചു പോകണം തന്നെയാണ് ആഗ്രഹം. എന്തായാലും ദൈവം അതെല്ലാം സാധിച്ചു തരും. ആ ഒരു വിശ്വാസത്തോട് ജീവിക്കുന്നു. ഓക്കെ, താങ്ക് യു സാർ. നല്ല ക്ലാസ്. എന്തായാലും അടുത്തൊരു ക്ലാസ്സും കൂടി ഞങ്ങൾക്ക് വേണം.
ഓക്കെ, താങ്ക് യു സോ മച്ച്. താങ്ക് യു. നമസ്കാരം സാർ. താങ്ക് യു സർ. ഹലോ, നമസ്കാരം. നമസ്കാരം. ഹലോ. സാറ്, ഈ മണിയുടെ ക്ലാസ് ഞാൻ കുറെ നാളായിട്ട് ഞാൻ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നത്. സാറിന്റെ പല ക്ലാസ്സുകളും ഞാൻ കേട്ടിട്ടുണ്ട്. ബി മാജിക്കിലെ മെമ്പറാണ്. ഓക്കെ. അപ്പം ഈ ഈ നമ്മൾ പൈസ കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ഈ താങ്ക് യു പറയണമെന്നുള്ളത് ആ സമയത്ത് നമ്മൾ അങ്ങനെ ഓർക്കാറില്ല. കാര്യം വെച്ച് കഴിഞ്ഞാൽ അപ്പൊ കൊടുക്കുന്നതിന്റെ ഒരു ഫീലിംഗ് ആണ്. ഇപ്പൊ കൊടുക്കുന്നത് നഷ്ടത്തിലാണോ അതോ ഇത് നമുക്ക് ബെനിഫിറ്റ് ഉണ്ടാകുന്നതാണോ എന്നൊക്കെയുള്ള പലവിധ സംശയങ്ങളോടുകൂടിയൊക്കെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്, മണി കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പലവിധ സംശയങ്ങളും അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നു. അപ്പോൾ അതിന്റെ ഇടയിൽ തന്നെ നമ്മൾ പലതവണ കേട്ടിട്ടുണ്ട്, ഇങ്ങനെ നന്ദിയോട് വേണം ഇതെല്ലാം ചെയ്യേണ്ടതെന്ന് കേൾക്കുമ്പോഴും ആ ടൈമിൽ നമ്മൾ അതിനെ കുറിച്ച് ഓർക്കാറില്ല. പിന്നെ അത് സമയം കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ കുറിച്ച് ഓർമ്മ വരുമ്പോൾ അതിന് നന്ദി പറയാറുണ്ട്. അപ്പൊ എന്ത് തന്നെയായാലും ഇത്തരം ക്ലാസ്സുകൾ വളരെ വിലപ്പെട്ടതാണ്. സാറിന്റെ അറിവുകൾ പകർന്നതിന് നന്ദി. താങ്ക് യു സർ. താങ്ക്സ് സോ മച്ച്. Okay, thank you, Sindhu ma'am and Bijukumar sir. Thank you so much. Mani sir. Magic morning, sir. Magic morning. Arigato. Thank you. Arigato. നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു, നല്ല ക്ലാസ് ആയിരുന്നു സാർ. എപ്പോഴും നമ്മൾ കൊടുക്കുമ്പോൾ ആ താങ്ക്സ് പറഞ്ഞിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നമ്മൾ മനസ്സറിഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു തൃപ്തി വേറെ തന്നെയാണ്. പണ്ട് മുതൽ നമ്മൾ പ്രത്യേക ഉത്സവ അവസരത്തിലൊക്കെ ഈ കൈനീട്ടം അല്ല കുട്ടികൾക്ക് കൊടുക്കുമ്പോൾ നമ്മൾ അത് നന്നായി വരട്ടെ എന്നുള്ള രീതിയിലാണ് കൊടുക്കുക. അപ്പൊ അത് കൊടുക്കുമ്പോഴുള്ള ഒരു സന്തോഷം നമുക്ക് ഉണ്ടാവും. എപ്പോഴും അത് ചെലവാക്കുമ്പോൾ തന്നെ നമ്മൾ അറിഞ്ഞിട്ട് നമുക്ക് അതിന്റെ കൂടുതൽ ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് നമ്മൾ ചെയ്യുക. അപ്പം ഈ കാര്യങ്ങളെല്ലാം മനസ്സിൽ വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് വേറൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നാറില്ല. എപ്പോഴും സാറ് പറഞ്ഞ മാതിരി ഒരു സന്തോഷമാണ് നമ്മൾ ഫീൽ ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ബഷീർ സാറ് പറഞ്ഞ പോലെ ആ റിച്ച് ഡാഡ് പുവർ ഡാഡില് സംഗതി ഉണ്ട്. ആദ്യം നമ്മൾ ഫസ്റ്റ് സേവ് ചെയ്യുക, അതിനുശേഷം ഇൻവെസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ ഹൗസ് ഹോൾഡ് ആവശ്യത്തിന് ചെലവഴിക്കുക എന്നുള്ളതാണ് അതിൽ പറയുന്നത്. അപ്പൊ അങ്ങനെ പോകുന്നതിനെ കൊണ്ട് വളരെയധികം ഗുണം ഉണ്ടായിട്ടുള്ളതാണ്. നമ്മൾ സേവ് ചെയ്യുമ്പോൾ അത് വരുന്ന ഭാവിയിൽ നമുക്ക് വല്ല എമർജൻസീസ് വരുന്ന സമയത്ത് നമുക്കത് വലിയ ബുദ്ധിമുട്ടില്ലാതെ തരണം ചെയ്തു പോകാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് ക്ലാസ്സും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. നല്ലൊരു പ്രസന്റേഷനും അത് മാക്സിമം ഈ മണി മാനേജ്മെന്റ് അതിനാണ് ഒരു വില കൊടുക്കേണ്ടത്. അപ്പൊ അത് സന്തോഷത്തോടു കൂടി ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ തൃപ്തിയായിട്ടുണ്ടാവും. വലിയൊരു ഒരു ബുദ്ധിമുട്ടായിട്ട് നമുക്കത് തോന്നാറില്ല. ചെലവഴിക്കുന്നത് എന്ത് എക്സ്പെൻസ് ആയാലും ശരി, ഇലക്ട്രിസിറ്റി ആയാലും ശരി, മെഡിക്കൽ ബില്ലായാലും ശരി, നമ്മൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന സമയത്ത് നമ്മളെ സേവിങ്സിൽ അതൊരു ഭാഗമായിട്ട് മാറുന്നുള്ള രീതിയിൽ തന്നെയാണ് സാർ പറഞ്ഞ മാതിരി അത് പല മടങ്ങായിട്ട് നമുക്ക് തിരിച്ച് എത്തും എന്നുള്ളത് തന്നെയാണ് സന്തോഷത്തോടു കൂടി കൊടുക്കുമ്പോൾ. ആ സീഡ് മണി പറഞ്ഞ ആ ബുക്ക് ഞാൻ വായിക്കുന്നതാണ്. താങ്ക് യു വെരി മച്ച് സാർ. നല്ലൊരു റെഫറൻസ് ആയിരുന്നു. നമുക്ക് നിർത്തിയാലോ? യെസ് സർ. ഓക്കെ, താങ്ക് യു മണി സർ. താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് ടൈം ഒരുപാട് വൈകിയിട്ടുണ്ട്. സോ ഇനി നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഫീഡ്ബാക്ക് പറയാനുള്ളവർ നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പില് വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അത് ഞാൻ ഒരു കാര്യം കൂടെ റിമൈൻഡ് ചെയ്യാണ്. നമ്മുടെ മൈൻഡ്രോയിഡ് പ്രോഗ്രാമിന്റെ വെബിനാർ ഇന്നുണ്ട്. ഇന്ന് നമുക്ക് AI സെഷന്റെ എക്സ്പെർട്ട് ആയിട്ടുള്ള അബ്ബാസ് സാറിന്റെ സെഷൻ ആണ്. സോ പങ്കെടുക്കാൻ പറ്റുന്നവർ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഓക്കെ. ദെൻ ഇന്നത്തെ ഈ ഒരു സെഷൻ എടുത്തിട്ടുള്ള ഹാപ്പി മണി സെഷൻ എടുത്തിട്ടുള്ള ഓസ്റ്റിൻ സാറിനും ഇതിൽ പങ്കെടുത്ത എല്ലാ മെമ്പേഴ്സിനും താങ്ക് യു ഓൾ. താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. ബൈ ഓൾ. താങ്ക് യു.